അപ്പോൾ നമ്മുടെ നോളജ് ഫാക്ടറിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ ഒരു മോഡൽ എക്സാം ആണ് കണ്ടക്ട് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ഈ മോഡൽ എക്സാമിനകത്ത് നമ്മൾ ഇന്നലെ വരെ പഠിപ്പിച്ച ക്ലാസ്സുകൾ എന്ന് പറയുമ്പോൾ നമ്മുടെ സിവിൽ പോലീസ് ഓഫീസറുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് നമ്മൾ ഒരുപാട് ക്ലാസ്സുകൾ ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പോൾ നിങ്ങൾ നമ്മുടെ പഴയ പ്ലേലിസ്റ്റ് നോക്കിയാലും പുതിയ പ്ലേലിസ്റ്റ് നോക്കിയാലും ക്ലാസ്സുകൾ കൂടി എന്തുണ്ട് നമ്മുടെ ചാനലിനകത്ത് നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ നമ്മുടെ സിവിൽ പോലീസ് ഓഫീസറുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള പ്രീവിയസ് ക്വസ്റ്റ്യൻസിൽ നിന്നും അതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട 50 ചോദ്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ ചർച്ച ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ 50 ചോദ്യങ്ങൾ കാണും, അതുപോലെ തന്നെ 50 ഓപ്ഷൻസും അകത്തുണ്ടാവും. അപ്പോൾ എന്ത് ചെയ്യുക, നിങ്ങൾ ഇതിന് ഉത്തരം കണ്ടെത്താനായിട്ട് ശ്രമിക്കുക. എനിക്ക് നിങ്ങളുടെ ആക്റ്റീവ് പാർട്ടിസിപ്പേഷൻ, ഓക്കെ, അപ്പോൾ നിങ്ങളുടെ പൂർണ്ണമായ പാർട്ടിസിപ്പേഷൻ എനിക്ക് ഇതിനകത്ത് വേണം. അപ്പോൾ എന്ത് ചെയ്യുക, ഉത്തരങ്ങൾ അറിയാന്നുള്ളവരെ കമന്റ് ആയിട്ട് അപ്പോൾ തന്നെ എന്നെ എന്ത് ചെയ്യുക, അറിയിക്കുക കേട്ടോ. അപ്പോൾ നോളജ് ഫാക്ടറി PSC എന്ന് പറയുന്ന ഈ ഒരു ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്തുകൊണ്ട് വീഡിയോസ് വരുന്നുണ്ടെന്ന കാര്യത്തിൽ ഉറപ്പുവരുത്തുക. ഓക്കെ, കൂടാതെ ഈ ഒരു വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ വാട്സപ്പ് സ്റ്റാറ്റസ് ആക്കി അതുപോലെ തന്നെ നിങ്ങളുടെ വാട്സപ്പ് ഗ്രൂപ്പുകളിലേക്കും കൂടി നിങ്ങളൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് എന്തായാലും സ്റ്റാർട്ട് ചെയ്യാം. നമ്മുടെ CPO മോഡൽ എക്സാമിന്റെ ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. IPC സെക്ഷൻ 82 പ്രകാരം എത്ര വയസ്സിൽ താഴെ പ്രായമുള്ള ഒരു കുട്ടി ചെയ്യുന്ന തെറ്റാണ് കുറ്റകരമാകാത്തത് എന്നാണ് ചോദ്യം കേട്ടോ. അപ്പൊ ചോദ്യം എന്താണ്? IPCയിലെ സെക്ഷൻ 82 പ്രകാരം എത്ര വയസ്സിൽ താഴെ പ്രായമുള്ള ഒരു കുട്ടി ചെയ്യുന്ന തെറ്റാണ് കുറ്റകരമാകാത്തത് എന്നാണ് നമ്മുടെ ഒന്നാമത്തെ ചോദ്യം. ഒന്ന് ഉത്തരം പറഞ്ഞേ, എല്ലാവർക്കും ഹായ് പറഞ്ഞേ. അപ്പോൾ IPC സെക്ഷൻ 82 പ്രകാരം എത്ര വയസ്സിന് താഴെ പ്രായമുള്ള കുട്ടി ചെയ്യുന്ന തെറ്റാണ് കുറ്റകരമാകാത്തത്? ഉത്തരങ്ങൾ വരുന്നുണ്ട്, ഒരുപാട് പേര് ഉത്തരം പറയുന്നുണ്ട്. ഓപ്ഷൻ B ആണ് ശരി ഉത്തരം വരുന്നത്. 7 വയസ്സിന് താഴെ പ്രായമുള്ളതാണ് അല്ലേ. അപ്പോൾ IPCയിലെ സെക്ഷൻ 82 പ്രകാരം 7 വയസ്സിന് താഴെ പ്രായമുള്ള ഒരു കുട്ടി ചെയ്യുന്ന തെറ്റാണ് കുറ്റകരമാകാത്തത് എന്നാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. ഓക്കെ, ഇത് ജനറൽ എക്സ്പ്രഷൻ, പൊതുവായ ഒഴിവാക്കലിനകത്ത് വരുന്ന കാര്യങ്ങളാണ് 82-നകത്തൊക്കെ പറയുന്നത്. ഓക്കെ, അടുത്ത ചോദ്യങ്ങൾ മാർക്ക് ചെറുതായിട്ട് ചെയ്തിട്ടുണ്ട്, അത് നിങ്ങൾ നോക്കണ്ട. ഓക്കെ, അങ്ങനെ നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, രണ്ടാമത്തെ ചോദ്യം എന്ന് പറയുന്നത് ചിത്തഭ്രമമുള്ള ഒരു വ്യക്തിയുടെ കൃത്യം, ആക്ട് ഓഫ് എ പേഴ്സൺ ഓഫ് അൺസൗണ്ട് മൈൻഡ്, അതിനെക്കുറിച്ച് പ്രതിപാദിക്കുന്ന IPCയിലെ സെക്ഷൻ ഏതെന്നാണ് ചോദ്യം കേട്ടോ. അപ്പോൾ ചിത്തഭ്രമമുള്ള ഒരു വ്യക്തിയുടെ കുറ്റകൃത്യത്തെ കുറിച്ച് പ്രതിപാദിക്കുന്ന IPC സെക്ഷൻ ഏതെന്നാണ് ചോദ്യം. അപ്പോൾ ഇതിനകത്ത് 84 ഉണ്ട്, 85 ഉണ്ട്, 88 ഉണ്ട്, 89 ഉണ്ട്. അപ്പോൾ ചിത്തഭ്രമമുള്ള ഒരു വ്യക്തി അല്ലെങ്കിൽ ആക്ട് ഓഫ് എ പേഴ്സൺ ഓഫ് അൺസൗണ്ട് മൈൻഡിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന IPC സെക്ഷന്റെ വകുപ്പ് ഏതെന്ന് ചോദിച്ചാൽ അത് ഏതാണ്? IPC സെക്ഷൻ 84 ആണ് അല്ലെ. സെക്ഷൻ 84 ആണ് ശരി ഉത്തരമായിട്ട് വരുന്നത്. ഓക്കെ, നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. ഒരാളുടെ നിയമവിരുദ്ധമോ അശ്രദ്ധയോടു കൂടിയോ ചെയ്യുന്ന ഒരു പ്രവൃത്തി കാരണം ഏതെങ്കിലും മാരകമായ രോഗപകർച്ചയ്ക്കോ അല്ലെങ്കിൽ ജീവഹാനിക്കോ കാരണമായാൽ അതിനുള്ള ശിക്ഷ എന്തെന്നാണ് ചോദ്യം. അപ്പൊ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്താണ്? അശ്രദ്ധമായി ഞാനിപ്പോ പോവുകയാണ്, ഇതിപ്പോ എന്റെ മുഖമാണെന്ന് വെച്ചോളൂ, ഞാൻ എന്ത് ചെയ്യാണ്, പുറത്തു പോകുമ്പോൾ ഞാൻ മാസ്ക് വച്ചിട്ടില്ല, ഞാൻ എന്ത് ചെയ്തിട്ടില്ല, മാസ്ക് അശ്രദ്ധമായിട്ട് ഞാൻ വയ്ക്കാൻ വിട്ടുപോയി, ഇതെന്റെ മുഖമാണെന്ന് നിങ്ങൾ വയ്ക്കുക, അപ്പൊ ഞാൻ എന്ത് ചെയ്യില്ല, മാസ്ക് വയ്ക്കാതെ പുറത്തു പോയി. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ എന്ത് ചെയ്യും, പോലീസ് എന്നെ പിടിച്ച് അകത്താക്കും അല്ലെ. അപ്പൊ അങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ ശിക്ഷ എന്താണ് ചോദ്യം. ഒരാളുടെ നിയമവിരുദ്ധമോ അല്ലെങ്കിൽ അശ്രദ്ധയോടുകൂടിയോ ചെയ്യുന്ന ഒരു പ്രവൃത്തി കാരണം ഏതെങ്കിലും മാരകമായ രോഗപകർച്ചയ്ക്കോ അല്ലെങ്കിൽ ജീവഹാനിക്കോ കാരണമായാൽ അതിനുള്ള ശിക്ഷ എന്തെന്നാണ് ചോദ്യം. അപ്പൊ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്, ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. എന്താണ് ഉത്തരമായിട്ട് വരുന്നത്? ഓപ്ഷൻ A ആണ് അല്ലെ. ഓപ്ഷൻ A ആണ് ശരി ഉത്തരം വരുന്നത്. 6 മാസം തടവ് ശിക്ഷയോ പിഴ ശിക്ഷയോ അല്ലെങ്കിൽ ഇവ രണ്ടും കൂടി ലഭിക്കുന്നു. അപ്പൊ കോവിഡ് സമയത്ത് മാസ്ക് വെക്കാൻ എല്ലായിടത്തും പറയുമ്പോൾ മാസ്ക് വയ്ക്കാതെ പുറത്തിറങ്ങി പോവുകയാണെങ്കിൽ, അശ്രദ്ധയോടുകൂടി പുറത്തിറങ്ങി പോവുകയാണെങ്കിൽ പോലീസിന് നമ്മളെ 6 മാസം വരെ തടവ് ശിക്ഷയ്ക്കോ പിഴ ശിക്ഷയോ കൂടി ഒരുമിച്ച് തരാവുന്നതാണ് കേട്ടോ. അപ്പൊ ആ ഒരു കാര്യം നിങ്ങൾ അറിഞ്ഞിരിക്കുക. ഓക്കെ അല്ലേ? ഓക്കെ ആണല്ലോ. ഓക്കെ, നമുക്ക് അടുത്ത ചോദ്യം, നമ്മുടെ നാലാമത്തെ ചോദ്യത്തിലേക്ക് കടക്കുകയാണ്. കുറ്റകരമായ നരഹത്യയെ കുറിച്ച് പറയുന്ന IPC സെക്ഷൻ ഏതാണ്? കുറ്റകരമായ നരഹത്യയെ കുറിച്ച് പ്രതിപാദിക്കുന്ന IPC സെക്ഷൻ ഏതെന്നാണ് നമ്മുടെ നാലാമത്തെ ചോദ്യം. ഒന്ന് ഉത്തരവായിട്ട് പറഞ്ഞേ. 270 ഉണ്ട്, 77 ഉണ്ട്, 99 ഉണ്ട്, 302 ഉണ്ട്. അപ്പൊ ഇതിൽ ഏതാണ് കുറ്റകരമായ നരഹത്യയെ കുറിച്ച് പ്രതിപാദിക്കുന്ന IPC സെക്ഷൻ ഏതെന്നാണ് നമ്മുടെ ചോദ്യം. പെട്ടെന്നൊന്ന് കമന്റ് ആയിട്ട് പറഞ്ഞേ, കുറ്റകരമായ നരഹത്യ. ഓക്കെ, ഉത്തരം എന്താണ്? ഉത്തരം ഓപ്ഷൻ C ആണ് ശരി ഉത്തരം വരുന്നത്. 299 ആണ് അല്ലെ. 299 ആണ്.
270 എന്താണ്? IPC സെക്ഷൻ 270 എന്താണ്? ജീവന് അപായകരമായ രോഗത്തിന്റെ പകർച്ച വ്യാപിപ്പിക്കുന്നത് വിദ്വേഷപൂർണമാണ് എന്നുണ്ടെങ്കിൽ അതെന്താണ്? 270 ആണ് അല്ലെ. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ അറിഞ്ഞുകൊണ്ട് ഒരു രോഗം വ്യാപിപ്പിക്കുകയാണെങ്കിൽ, മനഃപൂർവ്വം ഒരു രോഗം വ്യാപിപ്പിക്കുകയാണെങ്കിൽ അത് 270 വരും. 277 എന്താണ്? നമ്മുടെ പൊതുജലം അല്ലെ, അല്ലെങ്കിൽ എന്താണ് പബ്ലിക് ആയിട്ടുള്ള നമ്മുടെ ജലസംഭരണികൾ, അതുപോലെ തന്നെ പൊതുജല സ്രോതസ്സുകൾ മലിനമാക്കുന്നതിനെ കുറിച്ച് പറയുന്നതാണ് 277. എന്നാൽ 299 എന്താണ്? 299 കുറ്റകരമായ നരഹത്യയെ കുറിച്ച് പറയുന്നതാണ് 299. കുറ്റകരമായ നരഹത്യ അല്ലെ, കുറ്റകരമായ നരഹത്യയെ കുറിച്ച് പറയുന്നതാണ് 299. 277 എന്താണെന്ന് പറഞ്ഞു? പൊതുജല സ്രോതസ് എന്ത് ചെയ്യുന്നു? മലിനമാക്കുന്നതാണ് 277. 270 എന്താണെന്ന് ഞാൻ പറഞ്ഞു? ഒരു രോഗം എന്താണ്? രോഗം വിദ്വേഷപൂർവ്വം നമ്മൾ വ്യാപിപ്പിക്കുകയാണെങ്കിൽ അത് 270 വരും. 302 എന്താണ് പറയുന്നത്? അത് 302 പറയുന്നത് നമ്മുടെ കുറ്റകരമായ നരഹത്യക്കുള്ള ശിക്ഷയെ കുറിച്ച് പറയുന്നതാണ് അല്ലെ. അപ്പോ പണിഷ്മെന്റ് ഫോർ മർഡർ അല്ലെങ്കിൽ കുറ്റകരമായ നരഹത്യക്കുള്ള ശിക്ഷയെ കുറിച്ച് പറയുന്നതാണ് 302 എന്ന് കൂടി അറിഞ്ഞിരിക്കുക. ഓക്കെ അല്ലേ? അപ്പോൾ ഇത്രയും കാര്യങ്ങളിൽ വേറെ സംശയങ്ങളൊന്നും ഇല്ല എന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു. നമുക്ക് അടുത്ത 5ാമത്തെ ചോദ്യത്തിലേക്ക് കടക്കുകയാണ്. IPC സെക്ഷൻ 304B പ്രകാരം ഒരു സ്ത്രീ ശാരീരികമായ മുറിവേറ്റോ പൊള്ളലേറ്റോ സ്വാഭാവിക സാഹചര്യങ്ങളിലല്ലാതെ വിവാഹം കഴിഞ്ഞ് എത്ര വർഷത്തിനുള്ളിൽ മരണപ്പെട്ടാലാണ് അതിനെ സ്ത്രീധന മരണമായി കണക്കാക്കുന്നത്? അപ്പൊ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു 304B എന്ന് പറയുന്നത് സ്ത്രീധന മരണത്തെ കുറിച്ച് പ്രതിപാദിക്കുന്നതാണ് 304B. 304A എന്ന് പറയുന്നത് എന്താണ്? നെഗ്ലിജിബിൾ അല്ലെ, അശ്രദ്ധമായി നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ ഒരു വ്യക്തി മരിക്കുകയാണെങ്കിൽ എന്ന് വെച്ചാൽ റാഷ് ഡ്രൈവിങ്ങിനെ കുറിച്ച് പറയുന്നതാണ് 304B എന്ന് പറയുന്നത്. 304A എന്ന് പറയുന്നത്. 304B എന്താണ്? സ്ത്രീധന മരണമാണ്. അപ്പോൾ സ്ത്രീധന മരണം ആവണമെങ്കിൽ ആ ഒരു സ്ത്രീ വിവാഹം കഴിഞ്ഞ് എത്ര വർഷത്തിനുള്ളിൽ മരണപ്പെട്ടതായി കണക്കാക്കണം എന്നാണ് പറയുന്നത്. എത്രയാണ്? 7 വർഷമാണ് അല്ലെ. 7 വർഷമാണ് കറക്റ്റ് ആണ്. ഓപ്ഷൻ ഡി ആണ് ശരി ഉത്തരമായിട്ട് വരുന്നത്. 7 വർഷമാണ്. ഓക്കെ, അപ്പോൾ ഈ 5 ചോദ്യങ്ങൾ നിങ്ങൾക്ക് ക്ലിയർ ആണ് എന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു. അടുത്ത നമുക്ക് 6ാമത്തെ ചോദ്യത്തിലേക്ക് കടക്കുകയാണ്. ഗർഭമലസിപ്പിക്കൽ അല്ലെങ്കിൽ കോസിംഗ് ഓഫ് മിസ്കാരേജിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന IPC സെക്ഷൻ ഏതാണ്? ഗർഭമലസിപ്പിക്കുക അല്ലെങ്കിൽ കോസിംഗ് ഓഫ് മിസ്കാരേജിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന IPC സെക്ഷൻ ഏതെന്നാണ് നമ്മുടെ 6ാമത്തെ ചോദ്യം. ഒന്ന് ഉത്തരം പറഞ്ഞേ. 312 ഉണ്ട്, 313 ഉണ്ട്, 314 ഉണ്ട്, 319 ഉണ്ട്. ഇതില് ഗർഭമലസിപ്പിക്കുന്നതിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന IPC സെക്ഷൻ ചോദിച്ചാൽ അത് 312 ആണ് അല്ലെ. ഓപ്ഷൻ എ ആണ് ശരി ഉത്തരം. 312 ആണ് ഗർഭമലസിപ്പിക്കുക അല്ലെങ്കിൽ കോസിംഗ് ഓഫ് മിസ്കാരേജിനെ കുറിച്ച് പ്രതിപാദിക്കുന്നത് IPC സെക്ഷൻ 312 ആണ് എന്നെന്ന് അറിഞ്ഞിരിക്കുക. ഓക്കെ, അപ്പോൾ ഇതിൽ നിങ്ങൾ പഠിച്ച ചോദ്യങ്ങളും കാണും, പഠിക്കാത്ത ഇനി പഠിപ്പിക്കാൻ പോകുന്ന ചോദ്യങ്ങളും കാണും. ഇനി പഠിപ്പിക്കാത്ത ചോദ്യങ്ങൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ ആ ചോദ്യങ്ങൾ നിങ്ങൾ പഠിക്കുക. ആ പഠിപ്പിക്കാത്ത പോർഷൻസ് ഏതൊക്കെയാന്ന് വെച്ചാൽ അത് ഞാൻ വരുന്ന ക്ലാസ്സുകളിൽ പഠിപ്പിക്കുന്നതായിരിക്കും. ഓക്കെ, നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. IPC സെക്ഷൻ 325 എന്തിനെ കുറിച്ച് പ്രതിപാദിക്കുന്നു? IPC സെക്ഷൻ 325 എന്തിനെ കുറിച്ച് പ്രതിപാദിക്കുന്നു എന്നാണ് നമ്മുടെ 7ാമത്തെ ചോദ്യം. അറിയാന്നുള്ളവരൊന്ന് കമന്റ് ആയിട്ട് പറഞ്ഞേ. IPC സെക്ഷൻ 325 എന്തിനെ കുറിച്ചാണ് പ്രതിപാദിക്കുന്നത്? എന്തെങ്കിലും ഐഡിയ ഉണ്ടോ? IPC സെക്ഷൻ 325 എന്തിനെ കുറിച്ച് പ്രതിപാദിക്കുന്നു? സ്വമേധയാ കഠിനമായ ദേഹോപദ്രവം ഏൽപ്പിക്കുന്നതിനുള്ള ശിക്ഷയെ കുറിച്ച് പറയുന്നതാണ് എന്ത്? IPC സെക്ഷൻ 325 അല്ലെ. സ്വമേധയാ കഠിനമായുള്ള ദേഹോപദ്രവം ഏൽപ്പിക്കുന്നതിനുള്ള ശിക്ഷയെ കുറിച്ച് പ്രതിപാദിക്കുന്ന IPC സെക്ഷൻ ആണ് IPC സെക്ഷൻ 325. ഓപ്ഷൻ ബി ആണ് ഇതിനകത്ത് ശരിയായിട്ട് വരുന്നത്. ഓക്കെ അല്ലേ? അപ്പൊ 325 എന്താണ്? സ്വമേധയാ കഠിനമായ ദേഹോപദ്രവം ഏൽപ്പിക്കുന്നതിനുള്ള ശിക്ഷയെ കുറിച്ച് പറയുന്നതാണ് 325 എന്നറിഞ്ഞിരിക്കുക. അപ്പൊ നമുക്കിതിൽ നോക്കിയ നമ്മൾ പഠിച്ച കാര്യങ്ങളിൽ ഓർമ്മയുണ്ടോ എന്ന് ഞാൻ ചെക്ക് ചെയ്യാണ്. 319 മുതലാണ് നമ്മൾ ദേഹോപദ്രവത്തെ കുറിച്ച് പഠിച്ചത്. 319 എന്താണ്? ഹേർട്ട് അല്ലെങ്കിൽ ദേഹോപദ്രവത്തിനെ കുറിച്ച് പഠിച്ചത് 319ലാണ്. 320 എന്ന് പറഞ്ഞാൽ എന്താണ്? 320 ഗ്രീവിയൻസ് ഹേർട്ട് അല്ലെങ്കിൽ കഠിനമായ ദേഹോപദ്രവം. കഠിനമായ ദേഹോപദ്രവമാണെങ്കിൽ 320 ആണ്. 321 ആണെങ്കിൽ അതെന്താണ്? സ്വമേധയാ കഠിനമായ ദേഹോപദ്രവമാണെങ്കിൽ 321 ആണ്. അടുത്ത 322 എന്താണെന്ന് നോക്കാം. 322 ആണെങ്കിൽ അതെന്താണ്? വോളണ്ടറി കാസിംഗ്. സ്വമേധയാ ദേഹോപദ്രവമാണ്. 321 ആണെങ്കിൽ അത് സ്വമേധയാ ദേഹോപദ്രവമാണ് 321. സ്വമേധയാൽ കഠിനമായ ദേഹോപദ്രവമാണെങ്കിൽ അതെന്ത്? ദേഹോപദ്രവമാണെങ്കിൽ 322 ആണ്.
323 എന്താണ്? 323 പണിഷ്മെന്റ് ഫോർ, അല്ലെങ്കിൽ സ്വമേധയാ ദേഹോപദ്രവം ഏൽപ്പിക്കുന്നതിനുള്ള ശിക്ഷയെ കുറിച്ച് പറയുന്നതാണ് എന്ത്? 323. 324 എന്താണ് പറയുന്നത്? 324-നകത്താണ് അപായകരമായ ആയുധങ്ങളാലോ മറ്റു മാർഗങ്ങളാലോ ദേഹോപദ്രവം ഏൽപ്പിക്കുന്നതാണെങ്കിൽ 324 ആണ്. 325 ആണെങ്കിൽ എന്താണ്? സ്വമേധയാൽ ദേഹോപദ്രവം ഏൽപ്പിക്കുന്നതിനുള്ള ശിക്ഷയെ കുറിച്ച് പറയുന്നതാണ് എന്ത്? 325. ഓക്കെ അല്ലേ? അപ്പൊ 325 വരെയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ക്ലിയർ ആണ് എന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു. രാവിലെ തൊട്ടേ നല്ല തുമ്മലുണ്ട്. ഓക്കെ, അടുത്ത 8ാമത്തെ ചോദ്യത്തിലേക്ക് നമ്മൾ കിടക്കുകയാണ്. സ്വമേധയാൽ ആസിഡ് വലിച്ചെറിയാൻ ശ്രമിക്കുകയോ ചെയ്യുന്നതിനെ കുറിച്ച് പറയുന്ന IPC സെക്ഷൻ ഏതാണ്? സ്വമേധയാൽ ആസിഡ് വലിച്ചെറിയാൻ ശ്രമിക്കുകയോ ചെയ്യുന്നതിനുള്ള ശിക്ഷയെ കുറിച്ച് പറയുന്ന IPC സെക്ഷൻ ഏതെന്നാണ് നമ്മുടെ 8ാമത്തെ ചോദ്യം. സ്വമേധയാൽ ആസിഡ് വലിച്ചെറിയാൻ ശ്രമിക്കുകയോ ചെയ്യുന്ന IPC സെക്ഷൻ, അതിനെ കുറിച്ച് പറയുന്ന ശിക്ഷ ഏതെന്നാണ് ചോദ്യം. ഉത്തരം പറയാനായിട്ട് ശ്രമിക്കുക. 8ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം പറയാനായിട്ട് ശ്രമിക്കുക. കിട്ടിയോ? ഏതാണ്? 326B ആണ് അല്ലെ? 326B ആണ്. ഓപ്ഷൻ ഡി ആണ് ഇതിനകത്ത് ശരി ഉത്തരമായിട്ട് വരുന്നത് കേട്ടോ. IPC സെക്ഷൻ 326B ആണ് എന്ത് ചെയ്യുന്നത്? സ്വമേധയാൽ ആസിഡ് വലിച്ചെറിയാൻ ശ്രമിക്കുകയോ ചെയ്യുന്നതിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന IPC സെക്ഷൻ ചോദിച്ചാൽ അത് 326B ആണെന്ന് അറിഞ്ഞിരിക്കുക. ഓക്കെ അല്ലേ? ഓക്കെ, നമുക്ക് അടുത്ത ചോദ്യം 9ാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. IPC സെക്ഷൻ 359 പ്രകാരം ആൾമോഷണം എത്ര വിധം? ആൾമോഷണത്തിനെ കുറിച്ച് നമ്മൾ പഠിച്ചിട്ടില്ല, പഠിക്കും. അപ്പോൾ ഇനി വരുന്ന ചോദ്യങ്ങൾ ഒരുപക്ഷെ നിങ്ങൾ പഠിച്ചതാവാം, പഠിക്കാത്തതാവാം. ഉത്തരങ്ങൾ പഠിക്കാനായിട്ട് ശ്രമിക്കുക കേട്ടോ. അപ്പോൾ IPC സെക്ഷൻ 359 പ്രകാരം ആൾമോഷണം എത്ര വിധമുണ്ട് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ആൾമോഷണം എത്ര വിധമുണ്ട് അറിയാമോ? ആൾമോഷണം പ്രധാനമായിട്ടും 2 വിധത്തിലാണുള്ളത്. അപ്പൊ അതൊക്കെ എന്തൊക്കെയാണെന്ന് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. അപ്പോൾ ശ്രദ്ധിച്ചിരിക്കുക, 359 ആൾമോഷണമാണെന്ന് അറിഞ്ഞിരിക്കുക. ആൾമോഷണം എത്ര വിധത്തിലുണ്ട്? 2 വിധത്തിലാണ് ആൾമോഷണം ഉള്ളത്. ഓക്കെ അല്ലേ? ഓക്കെ, നമുക്ക് അടുത്ത ചോദ്യം നമ്മുടെ 10ാമത്തെ ചോദ്യത്തിലേക്ക് കടക്കുകയാണ്. വിശ്വാസ ലംഘനവുമായി ബന്ധപ്പെട്ട IPC സെക്ഷൻ ഏതാണ്? ഇവിടെ തൊട്ട് മാർക്ക് ചെയ്തിട്ടില്ല. അപ്പൊ നിങ്ങൾക്ക് പറയാം, വിശ്വാസ ലംഘനവുമായി ബന്ധപ്പെട്ട IPC സെക്ഷൻ ഏതാണ്? ഉത്തരം അറിയാനുള്ളവരൊന്ന് കമന്റ് ആയിട്ട് പറഞ്ഞേ. വിശ്വാസ ലംഘനവുമായി ബന്ധപ്പെട്ട IPC സെക്ഷൻ ഏതാണ്? കിട്ടിയോ? 10ാമത്തെ ചോദ്യത്തിന്റെ ശരി ഉത്തരം നിങ്ങൾക്ക് കിട്ടി എന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു. ഓപ്ഷൻ സി ആണ് അല്ലെ? ഓപ്ഷൻ സി ആണ് ശരി ഉത്തരം വരുന്നത്. IPC സെക്ഷൻ 405 ആണ് കേട്ടോ. 405 ആണ്. IPC സെക്ഷൻ 405 ആണ്. വിശ്വാസ ലംഘനം ഏതാണ്? 405. ഓപ്ഷൻ സി ആണ് ശരി ഉത്തരം. 405 ആണ് ശരി ഉത്തരം കേട്ടോ. അപ്പോൾ ഇനി പേടിക്കണ്ട, ഇനി എന്ത് ചെയ്യത്തില്ല, ഇനി ഓപ്ഷൻസിലെ ടിക്ക് വരത്തില്ല കേട്ടോ. അപ്പൊ IPC സെക്ഷൻ 405 ആണ് എന്ത്? IPC സെക്ഷൻ 405 ആണ് വിശ്വാസ ലംഘനം കേട്ടോ. വിശ്വാസ ലംഘനം IPC സെക്ഷൻ 405 ആണെന്ന് അറിഞ്ഞിരിക്കുക. ഓക്കെ, നമുക്കൊരു കാര്യം ചെയ്യാം. നമ്മൾ ഈ പറഞ്ഞ 10 ചോദ്യങ്ങൾ അല്ലെ? അപ്പൊ 50 ചോദ്യങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞു. നമുക്ക് ഓരോ ചോദ്യങ്ങളും 10 ചോദ്യങ്ങൾ വെച്ച് നമുക്കൊന്ന് റിവൈസ് ചെയ്ത് പോകാം. ഓക്കെ, അപ്പോൾ IPC സെക്ഷൻ 82 പ്രകാരം എത്ര വയസ്സിന് താഴെ പ്രായമുള്ള കുട്ടികൾ ചെയ്യുന്ന കുറ്റകൃത്യമാണ് കുറ്റകരമല്ലാത്തത്? 7 വയസ്സിന് താഴെ പ്രായമുള്ള കുട്ടികൾ ചെയ്യുന്നതാണ് കുറ്റകരമല്ലാത്തത്. അടുത്ത് പറയുന്നത് എന്താണ്? ആക്ട് ഓഫ് എ പേഴ്സൺ ഓഫ് അൺസൗണ്ട് മൈൻഡ്, ചിത്തഭ്രമമുള്ള ഒരു വ്യക്തി ചെയ്യുന്നതൊന്നും കുറ്റകരമല്ല എന്ന് പറയുന്നത് 84 ആണ്. അതിനുശേഷം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരാളുടെ നിയമവിരുദ്ധമായോ അല്ലെങ്കിൽ അശ്രദ്ധയോടുകൂടി ചെയ്യുന്ന പ്രവൃത്തി കാരണം ഒരു മാരകമായ രോഗം, പകർച്ചവ്യാധിയോ ജീവഹാനിക്കോ കാരണമാവുകയാണെങ്കിൽ അത് 6 മാസം വരെ തടവ് ശിക്ഷയും പിഴയും ലഭിക്കാവുന്ന ഒരു കുറ്റകൃത്യമാണ്. കുറ്റകരമായ നരഹത്യയെക്കുറിച്ച് പറയുന്നത് 302 ആണെന്ന് അറിഞ്ഞിരിക്കുക. കുറ്റകരമായ നരഹത്യയെക്കുറിച്ച് പറയുന്നത് 299 ആണ്. നമ്മുടെ മർഡറിനുള്ള ശിക്ഷയെക്കുറിച്ച്, കുറ്റകരമായ നരഹത്യക്കുള്ള ശിക്ഷയെക്കുറിച്ച് പറയുന്നതാണ് 302 അല്ലേ? കൊലപാതകം, കുറ്റകരമായ നരഹത്യക്കുള്ളൊക്കെ 302 ആണ്. അതുപോലെ തന്നെ 277 എന്താണ്? 277 പൊതുജല സ്രോതസ്സുകൾ മലിനമാക്കുന്നതിനെ കുറിച്ച് പറയുന്നതാണ് 277. അതുപോലെ 304B പ്രകാരം എന്താണ്? 304B എന്ന് പറയുന്നത് സ്ത്രീധന മരണമാണ്.
സ്ത്രീധന മരണപ്രകാരം 7 വർഷം വരെ എന്ന് വെച്ചാൽ വിവാഹം കഴിഞ്ഞ് 7 വർഷത്തിനുള്ളിൽ മരണപ്പെട്ട ഒരു സ്ത്രീയെ ആണ് എന്ത് ചെയ്യുന്നത്, ഈ ഒരു അസ്വാഭാവികമായി മരണപ്പെട്ട സ്ത്രീ ആണെങ്കിൽ അത് 7 വർഷം വരെ അല്ലെങ്കിൽ 7 വർഷത്തിനുള്ളിൽ മരണപ്പെട്ട സ്ത്രീ ആണെങ്കിൽ അത് എന്ത് ചെയ്യും, നമ്മൾ സ്ത്രീധന മരണമായിട്ട് കണക്കാക്കും. അതുപോലെ അടുത്ത പോയിന്റ് എന്ന് പറയുന്നത് കോസിംഗ് ഓഫ് മിസ്കാരേജ്, ഗർഭം അലസിപ്പിക്കുന്നതിനെ കുറിച്ച് പറയുന്നത് 312 312 ഗർഭം അലസിപ്പിക്കുന്നതിനെ കുറിച്ച് പറയുന്നത് 312 ആണ്. 325 എന്താണ് പറയുന്നത്, സ്വമേധയാൽ കഠിനമായ ദേഹോപദ്രവം ഏൽപ്പിക്കുന്നതിനുള്ള ശിക്ഷയാണ് 325. 319 ദേഹോപദ്രവമാണ്. 320 കഠിനമായ ദേഹോപദ്രവമാണ്. 321 സ്വമേധയാലുള്ള ദേഹോപദ്രവം. 322 സ്വമേധയാൽ കഠിനമായ ദേഹോപദ്രവം. 323 സ്വമേധയാലുള്ള ദേഹോപദ്രവത്തിനുള്ള ശിക്ഷയാണ്. 324 എന്ന് പറയുന്നത് ആയുധങ്ങളാലോ അങ്ങനെ മറ്റു മാർഗങ്ങളാലോ ഉള്ള ഹേർട്ട് അല്ലെങ്കിൽ ദേഹോപദ്രവത്തെ കുറിച്ച് പറയുന്നതാണ് 324. 325 പറയുന്നത് സ്വമേധയാൽ കഠിനമായ ദേഹോപദ്രവം ഏൽപ്പിക്കുന്നതിനുള്ള ശിക്ഷയെ കുറിച്ച് പറയുന്നതാണ് എന്ത്, 325 എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? അടുത്ത 8ാമത്തെ ചോദ്യം എന്താണ്, സ്വമേധയാൽ ആസിഡ് വലിച്ചെറിയുന്നതിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന IPC സെക്ഷൻ ചോദിച്ചാൽ അത് 326B ആണെന്ന് അറിഞ്ഞിരിക്കുക. സ്വമേധയാൽ ആസിഡ് വലിച്ചെറിയുന്നതിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന IPC സെക്ഷൻ ആണെങ്കിൽ അത് 326B ആണ് എന്നറിഞ്ഞിരിക്കുക. അതുപോലെ തന്നെ 359 പ്രകാരം IPC സെക്ഷൻ 359 പ്രകാരം ആൾമോഷണം എത്ര തരത്തിലുണ്ടെന്ന് ചോദിച്ചാൽ 2 തരത്തിലുള്ള ആൾമോഷണമാണ് നമുക്കുള്ളത്. ആൾമോഷണത്തെ കുറിച്ച് നമുക്ക് അടുത്ത ക്ലാസ്സുകളിൽ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. വിശ്വാസ ലംഘനവുമായി ബന്ധപ്പെട്ട IPC സെക്ഷൻ ചോദിച്ചാൽ 405 ആണെന്ന് അറിഞ്ഞിരിക്കുക. വിശ്വാസ ലംഘനവുമായി ബന്ധപ്പെട്ട IPC സെക്ഷൻ ഏതാണ്, അത് 405 ആണെന്ന് അറിഞ്ഞിരിക്കുക. അപ്പോൾ ഈ 10ാമത്തെ ചോദ്യം വരെയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ക്ലിയർ ആണ് എന്നുണ്ടെങ്കിൽ നമുക്കടുത്ത 11ാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. 11ാമത്തെ ചോദ്യം വായിച്ചു വെച്ചേ, അന്യായമായി തടഞ്ഞു വെക്കുന്നതിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന IPC സെക്ഷൻ ഏതാണ്? അന്യായമായി തടഞ്ഞു വെക്കുന്നതിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന IPC സെക്ഷൻ ഏതെന്നാണ് നമ്മുടെ 11ാമത്തെ ചോദ്യം. ഒന്ന് ഉത്തരം പറയാനായി ശ്രമിച്ചേ. അന്യായമായി തടഞ്ഞു വെക്കുന്നതിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന IPC സെക്ഷൻ ഏതാണ്? കിട്ടിയോ? ഓപ്ഷൻ ഡി ആണ് ശരി ഉത്തരം വരുന്നത്. IPC സെക്ഷൻ 339 ആണ് കേട്ടോ. IPC സെക്ഷൻ 339 ആണ്. അന്യായമായി തടഞ്ഞു വെക്കുന്നതിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന IPC സെക്ഷൻ ചോദിച്ചാൽ അത് IPC സെക്ഷൻ 339 ആണെന്ന് അറിഞ്ഞിരിക്കുക. അപ്പൊ ഇനിയുള്ള ചോദ്യങ്ങൾ മുക്കാലും നമ്മൾ പഠിക്കാൻ വേണ്ടിയുള്ള പോർഷൻസിൽ നിന്നാണ്. അപ്പോൾ ഈ ചോദ്യങ്ങളും ഉത്തരങ്ങളും നിങ്ങളൊന്ന് ഫെമിലിയർ ആക്കി വെക്കുക. ഓക്കെ, അപ്പോൾ അന്യായമായി തടഞ്ഞു വെക്കുന്നതിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന IPC സെക്ഷൻ ആണെങ്കിൽ അത് 339 ഓപ്ഷൻ ഡി ആണെന്ന് അറിഞ്ഞിരിക്കുക. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കുകയാണ്. IPC സെക്ഷൻ 375 എന്തിനെ കുറിച്ച് പറയുന്നു? IPC സെക്ഷൻ 375 എന്തിനെ കുറിച്ച് പറയുന്നു എന്നാണ് നമ്മുടെ അടുത്ത ചോദ്യം. IPC സെക്ഷൻ 375 എന്തിനെ കുറിച്ച് പ്രതിപാദിക്കുന്നു അറിയാമോ? ബലാത്സംഗമാണ് കേട്ടോ. ഓപ്ഷൻ എ ആണ് ശരി ഉത്തരം. ബലാത്സംഗമാണ്. IPC സെക്ഷൻ 375 എന്തിനെ കുറിച്ച് പ്രതിപാദിക്കുന്നു? ബലാത്സംഗത്തെ കുറിച്ച് പ്രതിപാദിക്കുന്ന IPC സെക്ഷൻ ആണ് IPC സെക്ഷൻ 375. അടുത്ത ചോദ്യം എന്ന് പറയുന്നത്, ബലാത്സംഗം നടത്തുന്ന ഏതൊരാൾക്കും ലഭിക്കുന്ന ഏറ്റവും കുറഞ്ഞ ശിക്ഷ ഏതാണ്? ബലാത്സംഗം 375 ആണ്. ബലാത്സംഗം 375 ആണ്. അപ്പോൾ ഈ 375 ചെയ്യുന്ന അല്ലെങ്കിൽ ബലാത്സംഗം ചെയ്യുന്ന ഒരു വ്യക്തിക്ക് കൊടുക്കുന്ന ഏറ്റവും കുറഞ്ഞ ശിക്ഷ ഏതെന്നാണ് നമ്മുടെ 13ാമത്തെ ചോദ്യം. അറിയാമോ? ബലാത്സംഗം ചെയ്യുന്ന വ്യക്തിക്ക് കൊടുക്കുന്ന ഏറ്റവും കുറഞ്ഞ ശിക്ഷ ഏതാണ്? 13ാമത്തെ ചോദ്യമാണ്. 7 വർഷം വരെ കഠിന തടവാണ് കേട്ടോ. ഓപ്ഷൻ സി ആണ് ശരി ഉത്തരം വരുന്നത്. 7 വർഷം വരെ കഠിന തടവ് എന്ത് ചെയ്യാം? ബലാത്സംഗം നടത്തുന്ന ഏതൊരാൾക്കും 7 വർഷം വരെ കഠിന തടവ് ലഭിക്കാം കേട്ടോ. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. 14ാമത്തെ ചോദ്യം, സ്ത്രീകളെ മാനഭംഗപ്പെടുത്തണമെന്നുള്ള ഉദ്ദേശത്തോടു കൂടി അവരുടെ നേരെ നടത്തുന്ന കയ്യേറ്റം, കുറ്റകരമായ ബലപ്രയോഗം എന്നിവയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന IPC സെക്ഷൻ ഏതാണ്? ചോദ്യം ശ്രദ്ധിക്കുക. സ്ത്രീകളെ മാനഭംഗപ്പെടുത്തണമെന്ന ഉദ്ദേശത്തോടു കൂടി അവരുടെ നേരെ നടത്തുന്ന കയ്യേറ്റവും അതുപോലെ തന്നെ കുറ്റകരമായ ബലപ്രയോഗം എന്നിവയൊക്കെ കുറിച്ച് പ്രതിപാദിക്കുന്ന IPC സെക്ഷൻ ഏതെന്നാണ് നമ്മുടെ 14ാമത്തെ ചോദ്യം കേട്ടോ. മാനഭംഗപ്പെടുത്തണമെന്ന ഉദ്ദേശത്തോടു കൂടി അവരെ കയ്യേറ്റം ചെയ്യുക, കുറ്റകരമായ ബലപ്രയോഗം എന്നിവയെ കുറിച്ച് പറയുന്ന IPC സെക്ഷൻ ഏതെന്നാണ് നമ്മുടെ 14ാമത്തെ ചോദ്യം. ഇതിന് ഉത്തരം വരുന്നത് ഓപ്ഷൻ എ ആണ്. 354 ആണ്. IPC സെക്ഷൻ 354 എന്ത് ചെയ്യുന്നത്? സ്ത്രീകളെ മാനഭംഗപ്പെടുത്തണം എന്ന ഉദ്ദേശത്തോടു കൂടി അവരുടെ നേരെ നടത്തുന്ന കയ്യേറ്റവും കുറ്റകരമായ ബലപ്രയോഗം എന്നിവയെ കുറിച്ച് പ്രതിപാദിക്കുന്ന IPC സെക്ഷൻ ചോദിച്ചാൽ അത് 354 ആണ് എന്നൊന്ന് അറിഞ്ഞിരിക്കുക. ഓക്കെ,
അടുത്ത ചോദ്യത്തിലേക്ക് കടക്കുകയാണ്. മോഷണത്തെ കുറിച്ച് പ്രതിപാദിക്കുന്ന IPC സെക്ഷൻ ഏതാണ്? മോഷണം അല്ലെങ്കിൽ തെഫ്റ്റ്. മോഷണത്തെ കുറിച്ച് പ്രതിപാദിക്കുന്ന IPC സെക്ഷൻ ഏതെന്നാണ് നമ്മുടെ 15ാമത്തെ ചോദ്യം. മോഷണത്തെ കുറിച്ച് പ്രതിപാദിക്കുന്ന IPC സെക്ഷൻ ഏതാണ്? ഓപ്ഷൻ ബി ആണ് അല്ലെ. ഓപ്ഷൻ ബി ആണ് ശരി ഉത്തരം വരുന്നത്. IPC സെക്ഷൻ 378 ആണ് മോഷണത്തെ കുറിച്ച് പ്രതിപാദിക്കുന്നത്. IPC സെക്ഷൻ 378 ആണ് മോഷണത്തെ കുറിച്ച് പ്രതിപാദിക്കുന്നത്. ഓക്കെ, മോഷണത്തെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഏതാണ്? IPC സെക്ഷൻ 378 ആണെന്ന് അറിഞ്ഞിരിക്കുക. 378 മോഷണം അല്ലെങ്കിൽ തെഫ്റ്റ് ആണ്. ഓക്കെ, അപ്പൊ ഇതിനെ കുറിച്ചൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് വരുന്ന ദിവസങ്ങളിൽ പഠിക്കാം. അടുത്ത ചോദ്യം 16ാമത്തെ ചോദ്യമാണ്. കവർച്ച നടത്തുന്നത് ഹൈവേയിൽ വച്ച് സൂര്യാസ്തമയത്തിനും സൂര്യോദയത്തിനും ഇടയിലാണെങ്കിൽ IPC സെക്ഷൻ 392 പ്രകാരമുള്ള ശിക്ഷ എന്താണ്? നിങ്ങൾ നമ്മുടെ കാർത്തികയുടെ ഒരു സിനിമ കണ്ടിട്ടില്ലേ, തീരൻ എന്ന് പറഞ്ഞിട്ട്? നമ്മുടെ രാജസ്ഥാനിൽ നിന്ന് കുറെ കൊള്ളക്കാരന്മാർ വന്നിട്ട് ഹൈവേയിൽ അടുത്തുള്ള വീടുകളൊക്കെ എന്ത് ചെയ്യും? രാത്രി അല്ലെ, സൂര്യാസ്തമയത്തിനും സൂര്യോദയത്തിനും ഇടയിലായിട്ട് അവരെന്ത് ചെയ്യും? വീടുകളൊക്കെ കൊള്ളയടിക്കും അല്ലെ. കൊള്ളയടിച്ച ആൾക്കാരെയൊക്കെ കൊല്ലുന്ന ഒരു സിനിമ ഉണ്ടല്ലോ, തീരൻ അധികാരം 1 എന്നൊക്കെ പറയുന്ന. അപ്പൊ ആ സിനിമയിൽ പറയുന്ന കാര്യമാണെന്ന് വെച്ചാൽ കവർച്ച നടക്കുന്നത് ഹൈവേയിൽ വെച്ചിട്ടാണെന്ന്, അതുപോലെ തന്നെ സൂര്യാസ്തമയത്തിനും സൂര്യോദയത്തിനും ഇടയിലാണെന്നുണ്ടെങ്കിൽ IPC സെക്ഷൻ 392 പ്രകാരമാണ് ശിക്ഷിക്കുന്നത് അറിഞ്ഞിരിക്കുക. 392 പ്രകാരമുള്ള ശിക്ഷ എന്തെന്നാണ് നമ്മുടെ 16ാമത്തെ ചോദ്യം. ഏതാണ്? ഓപ്ഷൻ ബി ആണ് ശരി ഉത്തരം വരുന്നത്. 14 വർഷം വരെ കഠിന തടവാണ് കേട്ടോ. 14 വർഷം വരെ കഠിന തടവാണ് ഹൈവേയിൽ വച്ച് സൂര്യാസ്തമയത്തിനും സൂര്യോദയത്തിനും ഇടയിലാണ് എന്നുണ്ടെങ്കിൽ കവർച്ച നടത്തുന്നതെന്നുണ്ടെങ്കിൽ 14 വർഷം വരെ കഠിന തടവാണെന്ന് അറിഞ്ഞിരിക്കുക. ഓക്കെ, നമുക്കടുത്ത് 17ാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. 17ാമത്തെ ചോദ്യം ഇതാണ്. IPC സെക്ഷൻ 410 എന്തിനെ കുറിച്ച് പ്രതിപാദിക്കുന്നു? IPC സെക്ഷൻ 410 എന്തിനെ കുറിച്ച് പ്രതിപാദിക്കുന്നു എന്നാണ് നമ്മുടെ അടുത്ത ചോദ്യം. 410 അറിയാമോ? IPC സെക്ഷൻ 410 എന്തിനെ കുറിച്ച് പ്രതിപാദിക്കുന്നു? കളവ് മുതൽ അല്ലെ. ഓപ്ഷൻ സി ആണ് ശരി ഉത്തരം. കളവ് മുതലാണ്. IPC സെക്ഷൻ 410 എന്തിനെ കുറിച്ച് പ്രതിപാദിക്കുന്നു എന്ന് ചോദിച്ചാൽ അത് കളവ് മുതലിനെ കുറിച്ച് പ്രതിപാദിക്കുന്നതാണ് IPC സെക്ഷൻ 410 എന്ന് അറിഞ്ഞിരിക്കുക. ഓക്കെ, നമുക്ക് അടുത്ത ചോദ്യം നമ്മുടെ 18ാമത്തെ ചോദ്യത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. 18ാമത്തെ ചോദ്യം. ഒരു വ്യക്തിയുടെ ഏതെങ്കിലും പ്രവർത്തികളോ അല്ലെങ്കിൽ നിയമവിരുദ്ധമായ പ്രവർത്തനങ്ങളോ പൊതുസമൂഹത്തിനോ അല്ലെങ്കിൽ സമൂഹവാസികൾക്കോ ശല്യമായാൽ ആ വ്യക്തിയെ സെക്ഷൻ ഏത് പ്രകാരം ശിക്ഷിക്കുന്നതാണ്? ഇത് ഞാൻ പഠിപ്പിച്ച ചോദ്യമാണ്. അപ്പൊ ഇതിന്റെ ഉത്തരം നിങ്ങൾ എനിക്ക് പറഞ്ഞു തരണം കേട്ടോ. അപ്പൊ സംഭവം എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണും. പബ്ലിക് ന്യൂയിസൻസ് ആണ് അല്ലെങ്കിൽ പൊതുജന ശല്യത്തെ കുറിച്ചാണ് ഇതിനകത്ത് പറയുന്നത്. ഒരു വ്യക്തിയുടെ ഏതെങ്കിലും പ്രവൃത്തികൾ നിയമവിരുദ്ധമായ പ്രവൃത്തികളോ പൊതുസമൂഹത്തിനോ അല്ലെങ്കിൽ സമൂഹവാസികൾക്ക് ശല്യമോ ഉപദ്രവമോ ഉണ്ടാക്കിയാൽ ആ വ്യക്തിയെ സെക്ഷൻ ഏത് പ്രകാരം ശിക്ഷിക്കാവുന്നതാണ്? ഇത് പറയുന്നത് എന്താണ്? പൊതുശല്യത്തെ കുറിച്ചാണ് പറയുന്നത് അല്ലെ. പൊതുശല്യത്തെ കുറിച്ചാണ് പറയുന്നത്. പൊതുശല്യത്തെ കുറിച്ച് പറയുന്ന IPC സെക്ഷൻ ഏതെന്നാണ് നമ്മുടെ 18ാമത്തെ ചോദ്യം. ഒന്ന് പറഞ്ഞേ, ഏതാണ്? 268 അല്ലെ. കറക്റ്റ് ആണ്. 268 ഓപ്ഷൻ എ ആണ് ശരി ഉത്തരം. 268 ആണ്. ഓക്കെ, നമുക്ക് അടുത്ത ചോദ്യം. അപ്പോൾ പഠിപ്പിച്ച ചോദ്യങ്ങളുടെ എല്ലാ ഉത്തരങ്ങളും നിങ്ങൾ എല്ലാവരും അടിപൊളിയായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ പഠിപ്പിക്കാത്ത ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യുക? പഠിച്ചു വയ്ക്കുക. നമുക്ക് അതിനെ കുറിച്ചുള്ള ഡീറ്റെയിൽഡ് ക്ലാസ്സുകൾ വരുന്ന ദിവസങ്ങളിൽ ചെയ്യാവുന്നതാണ്. ഓക്കെ, അടുത്ത ചോദ്യം നമുക്ക് 19ാമത്തെ ചോദ്യത്തിലേക്ക് കടക്കുകയാണ്. IPC സെക്ഷൻ 300 എന്തിനെ കുറിച്ച് പ്രതിപാദിക്കുന്നു? ഇത് നമ്മൾ പഠിപ്പിച്ചതാണ്. IPC സെക്ഷൻ 300 എന്തിനെ കുറിച്ച് പ്രതിപാദിക്കുന്നു? പറഞ്ഞേ, 300 എന്താണ് പറയുന്നത്? IPC സെക്ഷൻ 300 അറിയാമല്ലോ. ഏതാണ്? ഓപ്ഷൻ ഡി അല്ലേ. ഓപ്ഷൻ ഡി ആണ് ശരി ഉത്തരം. കൊലപാതകമാണ്. IPC സെക്ഷൻ 300 എന്തിനെ കുറിച്ച് പ്രതിപാദിക്കുന്നു? കൊലപാതകത്തെ കുറിച്ച് പ്രതിപാദിക്കുന്നതാണ് IPC സെക്ഷൻ 300 എന്ന് അറിഞ്ഞിരിക്കുക. ഓക്കെ, അടുത്ത് നമുക്ക് 20ാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. നമ്മുടെ 20ാമത്തെ ചോദ്യം ഇതാണ്. സ്വമേധയാൽ ദേഹോപദ്രവം ഏൽപ്പിക്കുന്നതിന് IPC സെക്ഷൻ 323 പ്രകാരമുള്ള പിഴ ശിക്ഷ എന്താണ്? ഇതും ഞാൻ പഠിപ്പിച്ച ചോദ്യമാണ്. അപ്പോൾ സ്വമേധയാൽ കഠിനമായ ദേഹോപദ്രവം ഏൽപ്പിക്കുന്നതിനുള്ള ശിക്ഷ അല്ലെ. സ്വമേധയാൽ കഠിനമായ ദേഹോപദ്രവം ഏൽപ്പിക്കുന്നതിനാണ് IPC സെക്ഷൻ 323 കൊടുക്കുന്ന ശിക്ഷ എന്ന് പറയുന്നത്. അപ്പോൾ 323 പ്രകാരമുള്ള ശിക്ഷ എത്രയാണ് എന്നാണ് നമ്മുടെ
20ാമത്തെ ചോദ്യം. ഒന്ന് കമന്റ് ആയിട്ട് പറഞ്ഞേ, എത്ര രൂപയാണ്? 1000 രൂപയാണ് അല്ലെ? 1000 രൂപയാണ്. ഓപ്ഷൻ എ ആണ് ഇതിനകത്ത് ശരി ഉത്തരമായിട്ട് വരുന്നത്. നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത ചോദ്യമാണ്. 1000 രൂപയാണ്. ഓക്കെ, അപ്പൊ സ്വമേധയാൽ കഠിനമായ ദേഹോപദ്രവം ഏൽപ്പിക്കുന്നതിനുള്ള ശിക്ഷ ചോദിച്ചാൽ അത് 1000 രൂപയാണ്. IPC സെക്ഷൻ 323 ആണെന്ന് അറിഞ്ഞിരിക്കുക. ഓക്കെ ഓക്കെ, നമുക്ക് അടുത്ത് 10ാമത്തെ ചോദ്യം തൊട്ട് നമ്മുടെ 20ാമത്തെ ചോദ്യം വരെ നമുക്ക് ജസ്റ്റ് ഒന്നും കൂടി റിവൈസ് ചെയ്യാം. വിശ്വാസ ലംഘനവുമായി ബന്ധപ്പെട്ട IPC ആണെങ്കിൽ അത് IPC 405 ആണെന്ന് അറിഞ്ഞിരിക്കുക. അന്യായമായി തടഞ്ഞു വെക്കുന്നതിനെ കുറിച്ച് പറയുന്നതാണെങ്കിൽ അത് 339 ആണ്. അതുപോലെ തന്നെ 375 ബലാത്സംഗത്തെ കുറിച്ച് പറയുന്നു. ബലാത്സംഗം നടത്തുന്ന ഏതൊരു വ്യക്തിക്കും കൊടുക്കുന്ന ഏറ്റവും കുറഞ്ഞ ശിക്ഷ എന്ന് പറയുന്നത് 7 വർഷം വരെ കഠിന തടവാണ്. അതുപോലെ തന്നെ ഒരു സ്ത്രീയെ മാനഭംഗപ്പെടുത്തണമെന്ന ഉദ്ദേശത്തോടു കൂടി കടന്നുകയറ്റം ചെയ്യുകയോ ബലപ്രയോഗം ചെയ്യുകയോ ചെയ്യുകയാണെങ്കിൽ 354 ആണ് IPC സെക്ഷനായിട്ട് ചാർജ് ചെയ്യുന്നത്. 354 ആണ്. മോഷണത്തെ കുറിച്ച് പ്രതിപാദിക്കുന്ന IPC സെക്ഷൻ 378 ആണ്. മോഷണത്തെ കുറിച്ച് പ്രതിപാദിക്കുന്നത് 378 ആണ് മോഷണം. അതുപോലെ തന്നെ കവർച്ച നടത്തുന്നത് ഹൈവേയിൽ വെച്ചാണെന്നുണ്ടെങ്കിൽ IPC സെക്ഷൻ 392 പ്രകാരം 14 വർഷം വരെ കഠിന തടവ് ലഭിക്കാവുന്നതാണ്. 14 വർഷം വരെ കഠിന തടവ് ലഭിക്കാവുന്നതാണ്. അതുപോലെ തന്നെ IPC സെക്ഷൻ 410 എന്തിനെ കുറിച്ച് പറയുന്നു എന്ന് വെച്ചാൽ കളവ് മുതലെ കുറിച്ച് പറയുന്നതാണ് 410. അടുത്ത ഒരു വ്യക്തിയുടെ ഏതെങ്കിലും പ്രവർത്തികൾ എന്ന് വെച്ചാൽ പൊതുശല്യത്തെ കുറിച്ച് പറയുന്നത് 268 ആണെന്ന് അറിയാം. പൊതുശല്യത്തെ കുറിച്ച് 268 ആണ്. 300 എന്തിനെ കുറിച്ച് പറയുന്നതെന്ന് വെച്ചാൽ അത് കൊലപാതക കുറ്റത്തെ കുറിച്ച് പ്രതിപാദിക്കുന്നതാണ് IPC സെക്ഷൻ 300. അതുപോലെ തന്നെ അടുത്ത ചോദ്യം എന്ന് പറയുന്നത് സ്വമേധയാൽ കഠിനമായ ദേഹോപദ്രവം ഏൽപ്പിക്കുന്നതിനുള്ള സെക്ഷൻ എന്ന് പറയുന്നത് 323 ആണ്. ഇതിന്റെ ശിക്ഷ എന്ന് പറയുന്നത് എന്താണ്? 1000 രൂപയാണ് അല്ലെ? ഓക്കെ, നമുക്ക് അടുത്ത 21ാമത്തെ ചോദ്യത്തിലേക്ക് കടക്കുകയാണ്. IPC സെക്ഷൻ 370 പ്രകാരം ഒരു മൈനറിനെ വ്യാപാരം ചെയ്യുന്നതിനുള്ള പരമാവധി തടവ് ശിക്ഷ എന്താണ്? മനുഷ്യക്കടത്ത് മനുഷ്യ വ്യാപാരമൊക്കെ ആയിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള ചോദ്യമാണ്. IPC സെക്ഷൻ 370 പ്രകാരം ഒരു മൈനറിനെ വ്യാപാരം ചെയ്യുകയാണെങ്കിൽ വ്യാപാരം ചെയ്യുന്നതിനുള്ള പരമാവധി തടവ് ശിക്ഷ എന്തെന്നാണ് നമ്മുടെ 21ാമത്തെ ചോദ്യം. അപ്പൊ ഇതിന്റെ ഉത്തരം ഒന്ന് കമന്റ് ആയിട്ട് പറഞ്ഞേ. എന്താണ്? ജീവപര്യന്തമാണ് അല്ലെ? ജീവപര്യന്തമാണ്. ഓപ്ഷൻ ഡി ആണ് ശരി ഉത്തരം. ജീവപര്യന്തമാണ് കേട്ടോ, ജീവപര്യന്തമാണ്. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് നമ്മൾ കടക്കുന്നു. 22 കൂട്ടബലാത്സംഗത്തെ കുറിച്ച് പ്രതിപാദിക്കുന്ന IPC സെക്ഷൻ ഏതാണ്? കൂട്ടബലാത്സംഗത്തെ കുറിച്ച് പ്രതിപാദിക്കുന്ന IPC സെക്ഷൻ ഏതാണ്? ഉത്തരം അറിയാന്നുള്ളവരൊന്ന് കമന്റ് ആയിട്ട് പറഞ്ഞേ. കൂട്ടബലാത്സംഗത്തെ കുറിച്ച് പ്രതിപാദിക്കുന്ന IPC സെക്ഷൻ ഏതാണ്? കൂട്ടബലാത്സംഗത്തെ കുറിച്ച് പ്രതിപാദിക്കുന്ന IPC സെക്ഷൻ ഏതാണ്? ഇരുപത്തിരണ്ടാമത്തെ ചോദ്യത്തിന് ഉത്തരം അറിയാലോ. ഏതാണ്? ഓപ്ഷൻ ഡി ആണ് ശരി ഉത്തരം. IPC സെക്ഷൻ 376D ആണ് കേട്ടോ. 376D ആണ്. കൂട്ടബലാത്സംഗത്തെ കുറിച്ച് പ്രതിപാദിക്കുന്നത് 376D ആണ്. 376D ആണ്. കൂട്ടബലാത്സംഗം 376D ആണ്. 23ാമത്തെ ചോദ്യം മോഷണത്തിനുള്ള ശിക്ഷയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന IPC സെക്ഷൻ ഏതാണ്? മോഷണത്തിനുള്ള ശിക്ഷയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന IPC സെക്ഷൻ ഏതെന്നാണ് നമ്മുടെ 23ാമത്തെ ചോദ്യം. മോഷണത്തിനുള്ള ശിക്ഷയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന IPC സെക്ഷൻ ഏതാണ്ട് 379 ആണ് അല്ലെ? ഓപ്ഷൻ എ ആണ് ശരി ഉത്തരം. അത് 379 ആണ്. മോഷണത്തിനുള്ള ശിക്ഷയെക്കുറിച്ച് പ്രതിപാദിക്കുന്നത് 379 ആണ്. അടുത്ത ചോദ്യം 24ാമത്തെ ചോദ്യം. ഡാഷ് അതിലധികമോ ആളുകൾ കൂട്ടമായി ഒരു കവർച്ച നടത്തുകയോ നടത്താൻ ശ്രമിക്കുകയോ ചെയ്താൽ അതിനെ കൂട്ടായ്മ കവർച്ച എന്ന് പറയുന്നു. അപ്പൊ എത്ര ആളുകളിൽ കൂടുതലുള്ള കവർച്ചയാണ് അല്ലെങ്കിൽ ഒരുമിച്ച് നടത്തുന്ന കവർച്ചയാണ് നമ്മൾ കൂട്ടായ്മ കവർച്ച എന്ന് പറയുന്നതാണ് നമ്മുടെ 24ാമത്തെ ചോദ്യം. അപ്പൊ എത്ര ആളുകളിൽ കൂടുതലുള്ള അല്ലെങ്കിൽ ഒരുമിച്ച് നടത്തുന്ന കവർച്ചയാണ് കൂട്ടായ്മ കവർച്ച എന്ന് പറയുന്നത്? അറിയാമോ? 5 പേരാണ് കേട്ടോ. 5 പേരോ 5 പേരിലധികമോ ആൾക്കാർ നടത്തുന്ന കവർച്ചയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? കൂട്ടായ്മ കവർച്ച എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? ഓക്കെ, നമുക്ക് അടുത്ത 25ാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. ഒരാളുടെ ഗുണത്തിനായി, ഇത് നമ്മൾ പഠിപ്പിച്ച ചോദ്യമാണ്. ഇതിന്റെ ഉത്തരങ്ങൾ നിങ്ങൾ എനിക്ക് പറഞ്ഞു തരണേ. ഒരാളുടെ ഗുണത്തിനായി സമ്മതം കൂടാതെ ഉത്തമ വിശ്വാസപൂർവ്വം ചെയ്യുന്ന കുറ്റത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന IPC സെക്ഷൻ ഏതാണ്? ഒരാളുടെ ഗുണത്തിനായി സമ്മതം കൂടാതെ ഉത്തമ വിശ്വാസപൂർവ്വം ചെയ്യുന്ന കുറ്റകൃത്യത്തെ കുറിച്ച് പ്രതിപാദിക്കുന്ന IPC സെക്ഷൻ ഏതെന്നാണ് നമ്മുടെ 25ാമത്തെ ചോദ്യം. ഉത്തരം അറിയാമോ? ഉത്തരം പെട്ടെന്നൊന്ന് കമന്റ് ആയിട്ട് പറഞ്ഞേ. ഒരാളുടെ ഗുണത്തിനായി സമ്മതം കൂടാതെ ഉത്തമ വിശ്വാസപൂർവ്വം ചെയ്യുന്ന കുറ്റകൃത്യത്തെ കുറിച്ച് പ്രതിപാദിക്കുന്ന IPC സെക്ഷൻ ഏതാണ്?
IPC സെക്ഷൻ 92 ആണ് അല്ലെ. ഓപ്ഷൻ സി ആണ് ശരി ഉത്തരം വരുന്നത്. IPC സെക്ഷൻ 92 ആണ് ഒരാളുടെ ഗുണത്തിനായി സമ്മതം കൂടാതെ ഉത്തമ വിശ്വാസപൂർവ്വം ചെയ്യുന്ന കുറ്റകൃത്യത്തെ കുറിച്ച് പ്രതിപാദിക്കുന്നത്. IPC സെക്ഷൻ 92 ആണ് എന്നെന്ന് അറിഞ്ഞിരിക്കുക. 26ാമത്തെ ചോദ്യം, അശ്രദ്ധ മൂലം മരണം സംഭവിക്കുന്നതിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന IPC സെക്ഷൻ ഏതാണ്? അശ്രദ്ധ മൂലം മരണം സംഭവിക്കുന്നതിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന IPC സെക്ഷൻ ഏതെന്നാണ് നമ്മുടെ 26ാമത്തെ ചോദ്യം. ഉത്തരം അറിയാന്നുള്ളവരൊന്ന് കമന്റ് ആയിട്ട് പറഞ്ഞേ. അശ്രദ്ധപൂർവ്വം മരണം സംഭവിക്കുന്നതിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന IPC സെക്ഷൻ ഏതാണ്? നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇതിന്റെ ഉത്തരങ്ങൾ നിങ്ങൾ എനിക്ക് കമന്റ് ആയിട്ട് പെട്ടെന്ന് പറയാം. ഓക്കെ, IPC സെക്ഷൻ നമ്മുടെ അശ്രദ്ധ മൂലം മരണം സംഭവിക്കുന്നതിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന IPC സെക്ഷൻ ആണെങ്കിൽ അത് 304A ആണ്. 304A ആണ് അശ്രദ്ധ. ഫോർ അശ്രദ്ധ അല്ലെ. 304A ആണ് അശ്രദ്ധയെ കുറിച്ച് പ്രതിപാദിക്കുന്ന IPC സെക്ഷൻ കേട്ടോ. അടുത്ത ചോദ്യം നമ്മുടെ 27ാമത്തെ ചോദ്യം, IPC സെക്ഷൻ 319 എന്തിനെ കുറിച്ച് പ്രതിപാദിക്കുന്നു? നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. IPC സെക്ഷൻ 319 എന്തിനെ കുറിച്ച് പ്രതിപാദിക്കുന്നു എന്നാണ് അടുത്ത ചോദ്യം. പെട്ടെന്ന് ഉത്തരം പറയുക. IPC സെക്ഷൻ 319 ഏതാണ്? ഓപ്ഷൻ ഡി ആണ് അല്ലെ. ദേഹോപദ്രവം. ദേഹോപദ്രവത്തെ കുറിച്ച് പ്രതിപാദിക്കുന്നതാണ് 319 ദേഹോപദ്രവം. 319 ദേഹോപദ്രവം കേട്ടോ. IPC സെക്ഷൻ 319 എന്തിനെ കുറിച്ച് പ്രതിപാദിക്കുന്നു? ദേഹോപദ്രവത്തെ കുറിച്ച് പ്രതിപാദിക്കുന്നതാണ് 319 എന്ന് അറിഞ്ഞിരിക്കുക. ഓക്കെ, നമുക്ക് അടുത്ത 28ാമത്തെ ചോദ്യത്തിലേക്ക് കടക്കുകയാണ്. ആൾമോഷണത്തിനുള്ള ശിക്ഷയെ കുറിച്ച് പ്രതിപാദിക്കുന്ന IPC സെക്ഷൻ ഏതാണ്? ആൾമോഷണത്തിനുള്ള ശിക്ഷയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന IPC സെക്ഷൻ ഏതാണ്? 28ാമത്തെ ചോദ്യമാണ്. ഉത്തരം പെട്ടെന്ന് കമന്റ് ആയിട്ട് പറയാനായിട്ട് ശ്രമിക്കുക. ആൾമോഷണത്തിനുള്ള ശിക്ഷയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന IPC സെക്ഷൻ ഏതാണ്? ആൾമോഷണത്തിനുള്ള ശിക്ഷയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന IPC സെക്ഷൻ ഏതാണ്? IPC സെക്ഷൻ ഓപ്ഷൻ എ ആണ് ശരി ഉത്തരം വരുന്നത്. 363 ആണ് കേട്ടോ. 363 ഓപ്ഷൻ എ ആണ് ശരി ഉത്തരം. ആൾമോഷണത്തിനുള്ള ശിക്ഷയെ കുറിച്ച് പ്രതിപാദിക്കുന്ന IPC സെക്ഷൻ ചോദിച്ചാൽ അത് IPC സെക്ഷൻ 363 ആണ്. ഓപ്ഷൻ എ ആണ് ശരി ഉത്തരം കേട്ടോ. ആൾമോഷണം. ഓക്കെ, അടുത്ത 29ാമത്തെ ചോദ്യത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. എത്ര വയസ്സിന് താഴെയുള്ള സ്ത്രീ പീഡനത്തെ കുറിച്ചാണ് സെക്ഷൻ 376A(b)യിൽ പറയുന്നത്? അപ്പോൾ നമ്മളിത് പഠിക്കാത്തതാണ്, നമുക്കത് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ചോദ്യം ശ്രദ്ധിക്കുക. എത്ര വയസ്സിന് താഴെയുള്ള സ്ത്രീ പീഡനത്തെ കുറിച്ചാണ് സെക്ഷൻ 376A(b)യിൽ പറയുന്നത്? 376A(b) അറിയാമോ? നിങ്ങൾ കേട്ടിട്ടുണ്ടോ 376A(b)യെ കുറിച്ച്? അപ്പോൾ എത്ര വയസ്സിന് താഴെയുള്ള സ്ത്രീ പീഡനത്തെ കുറിച്ചാണ് സെക്ഷൻ 376A(b)ക്കകത്ത് പറയുന്നത്? 12 വയസ്സാണ് അല്ലെ. ഓപ്ഷൻ ബി ആണ് ശരി ഉത്തരം. 12 വയസ്സിന് താഴെയുള്ള സ്ത്രീ പീഡനത്തെ കുറിച്ചാണ് 376A(b)ക്കകത്ത് പറയുന്നത് കേട്ടോ. 376A(b) 12 വയസ്സ്. അപ്പൊ ഇത് പഠിക്കാനായിട്ട് 376A എന്ന് പറയുന്നത് ഒന്നാമത്തെ ലെറ്റർ ആണ്, ബി എന്ന് പറയുന്നത് രണ്ടാമത്തെ ലെറ്റർ ആണ്. അപ്പൊ AB എന്ന് പറയുന്നത് 12 വയസ്സാണ് കേട്ടോ. അപ്പൊ 376 ഒന്നുകൂടി പറയാം, 376 അല്ലേ. അപ്പൊ എത്ര വയസ്സിന് താഴെയുള്ള സ്ത്രീ പീഡനം എന്നാണ് ചോദ്യം. അപ്പൊ 376AB ആണെന്ന് നമുക്കറിയാം. 376A എന്ന് പറയുന്നത് ഒന്നാമത്തെ ലെറ്റർ ആണ്, രണ്ടാമത്തെ ലെറ്റർ ബി ആണ്, അതുകൊണ്ട് 12 കേട്ടോ. 12 ഓക്കെ, ആ രീതിയിലൊന്ന് കണക്ട് ചെയ്ത് വെച്ചേക്കുക. അടുത്ത 30ാമത്തെ ചോദ്യം എന്ന് പറയുന്നത്, സ്വമേധയാ ആസിഡ് വലിച്ചെറിയാൻ ശ്രമിക്കുന്നതോ ചെയ്യുന്നതിനുള്ള ശിക്ഷ എന്താണ്? സ്വമേധയാൽ ആസിഡ് വലിച്ചെറിയാൻ ശ്രമിക്കുകയോ ചെയ്യുന്നതിനുള്ള ശിക്ഷ എന്തെന്നാണ് നമ്മുടെ ചോദ്യം. അറിയാമോ? നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്. സ്വമേധയാൽ ആസിഡ് വലിച്ചെറിയാൻ ശ്രമിക്കുന്നതിനുള്ള ശിക്ഷ എന്താണ്? 5 വർഷത്തിൽ കുറയാത്തതും 7 വർഷത്തോളം ആകുന്ന ശിക്ഷയാണ്. കൂടാതെ പിഴ ശിക്ഷയും കൂടി ലഭിക്കാവുന്നതാണ് കേട്ടോ. പിഴ ശിക്ഷയും കൂടി ലഭിക്കും. 5 വർഷം മുതൽ 7 വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കാം. കൂടാതെ ഇതിന്റെ കൂടെ തന്നെ പിഴ ശിക്ഷയും ലഭിക്കാവുന്നതാണ്. അപ്പോൾ സ്വമേധയാൽ ആസിഡ് വലിച്ചെറിയുകയാണെങ്കിൽ 5 വർഷം മുതൽ 7 വർഷം വരെ തടവ് ശിക്ഷയും പിഴ ശിക്ഷയും ലഭിക്കാവുന്ന കഠിനമായ കുറ്റകൃത്യമാണ് അല്ലെ. കഠിനമായ കുറ്റകൃത്യമാണ്. ഓക്കെ അല്ലേ. അടുത്ത നമുക്ക് 31ാമത്തെ ചോദ്യത്തിലേക്ക് തന്നെ കിടക്കാം. നമ്മുടെ 31ാമത്തെ ചോദ്യത്തിലേക്ക് നമ്മൾ പോവുകയാണ്. സെക്ഷൻ 410 പ്രകാരം കളവ് മുതലിൽ ഉൾപ്പെടുത്തുന്നത് ഏതാണ്? സെക്ഷൻ 410 പ്രകാരം കളവ് മുതലിൽ ഉൾപ്പെടുത്തുന്നത് ഏത് തരത്തിലുള്ള മുതലുകൾ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. 410 പ്രകാരം കളവ് മുതലിൽ ഉൾപ്പെടുത്തുന്നത് ഏത് തരത്തിലുള്ള സാധനങ്ങളാണ്? അറിയാമോ? കളവ് മുതലിൽ ഉൾപ്പെടുത്തുന്നത് മോഷണ മുതലുകൾ ഉൾപ്പെടുത്താം, ഭയപ്പെടുത്തി അപഹരിക്കുന്ന സാധനങ്ങൾ ഉൾപ്പെടുത്താം, കവർച്ച മുതൽ കുറ്റകരമായ ദുർവിനിയോഗം ചെയ്തിട്ടുള്ള വസ്തുക്കൾ, ഇവയെല്ലാം എന്ത് ചെയ്യാം? നമ്മുടെ കളവ് മുതലിനകത്ത് ഉൾപ്പെടുത്താം കേട്ടോ. അപ്പോൾ ഇതിനകത്ത് ഓപ്ഷൻ ഡി ആണ് മുകളിൽ പറഞ്ഞവയെല്ലാം എന്ന് പറയുന്നതാണ് ശരി ഉത്തരം. മോഷണ മുതലിനകത്ത് എന്തൊക്കെ വരാം, അല്ലെങ്കിൽ കളവ് മുതലിനകത്ത് എന്തൊക്കെ വരാം? മോഷണ മുതലുകൾ വരാം,
ഭയപ്പെടുത്തി അപഹരിക്കുന്ന മുതലുകൾ വരാം, കവർച്ചാ മുതലും അതുപോലെ തന്നെ കുറ്റകരമായി ദുർവിനിയോഗം ചെയ്തിട്ടുള്ള വസ്തുക്കളും ഈ പറയുന്ന സാധനങ്ങളെല്ലാം എന്ത് ചെയ്യാം 410 അനുസരിച്ച് കളവ് മുതലിനകത്ത് ഉൾപ്പെടുത്താൻ കഴിയുന്നത് ആണ്. ഓക്കെ അല്ലേ? അപ്പൊ ഈ പറഞ്ഞ കാര്യത്തിലും വേറെ സംശയങ്ങളൊന്നും ഇല്ലാന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു. അപ്പൊ നമ്മുടെ വീഡിയോ ഇതുവരെ കണ്ടുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ എന്ത് ചെയ്യുക, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും കൂടി നിങ്ങൾ എന്ത് ചെയ്യുക, നമ്മുടെ ചാനൽ ഒന്ന് പരിചയപ്പെടുത്തി കൊടുക്കുക കേട്ടോ. നിങ്ങളുടെ PSC പഠിക്കുന്ന കൂട്ടുകാർക്കും നിങ്ങളുടെ PSC ഗ്രൂപ്പുകളിലേക്കൊക്കെ എന്ത് ചെയ്യുക, നമ്മുടെ ഈ ചാനലും അതുപോലെ തന്നെ വീഡിയോസും കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, അതുപോലെ തന്നെ നിങ്ങളുടെ വാട്സപ്പ് സ്റ്റാറ്റസിലേക്ക് കൂടി നിങ്ങൾ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യാനായിട്ട് മറക്കരുത്. അപ്പോൾ വീഡിയോ ലൈക്ക് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ വീഡിയോ കൂടി ഒന്ന് ലൈക്ക് ചെയ്ത് വെക്കുക. ഓക്കെ, അടുത്ത നമുക്ക് 32ാമത്തെ ചോദ്യത്തിലേക്ക് കടക്കുകയാണ്. കൊലപാതകമാകാത്ത കുറ്റകരമായ നരഹത്യ. നമ്മൾ പഠിച്ച ചോദ്യമാണ്. കൊലപാതകമാകാത്ത കുറ്റകരമായ നരഹത്യക്കുള്ള ശിക്ഷ എന്തെന്നാണ് നമ്മുടെ ചോദ്യം കേട്ടോ. കൊലപാതകമാകാത്ത കുറ്റകരമായ നരഹത്യക്കുള്ള ശിക്ഷ എന്തെന്നാണ് നമ്മുടെ ചോദ്യം. പെട്ടെന്നൊന്ന് കമന്റ് ആയിട്ട് പറഞ്ഞേ, കൊലപാതകമാകാത്ത കുറ്റകരമായ നരഹത്യക്കുള്ള ശിക്ഷ എന്താണ്? കൊലപാതകമാകാത്ത കുറ്റകരമായ നരഹത്യക്കുള്ള ശിക്ഷ എന്താണ്? ഓപ്ഷൻ ഡി ആണ് ശരി ഉത്തരം വരുന്നത്. 10 വർഷം വരെ തടവോ പിഴയോ അല്ലെങ്കിൽ ഇവ രണ്ടും ഒരുമിച്ച് ലഭിക്കാം അല്ലെ. 10 വർഷം വരെ തടവോ പിഴയോ അല്ലെങ്കിൽ ഇവ രണ്ടും ഒരുമിച്ച് ലഭിക്കാവുന്ന ശിക്ഷയാണ് എന്ത്? കൊലപാതകമാകാത്ത കുറ്റകരമായ നരഹത്യ. കൊലപാതകമാകാത്ത കുറ്റകരമായ നരഹത്യ എന്ന് പറയുന്നതിന്റെ ശിക്ഷ എന്താണ്? 10 വർഷം വരെ തടവോ പിഴയോ അല്ലെങ്കിൽ ഇവ രണ്ടും കൂടി ഒരുമിച്ച് ലഭിക്കാവുന്ന ശിക്ഷയാണ് കൊലപാതകമാകാത്ത കുറ്റകരമായ നരഹത്യ. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കുകയാണ്. അന്യായമായി തടസ്സപ്പെടുത്തലിനുള്ള ശിക്ഷ എന്താണ്? അന്യായമായി തടസ്സപ്പെടുത്തലിനുള്ള ശിക്ഷ എന്തെന്നാണ് നമ്മുടെ 33ാമത്തെ ചോദ്യം. ഒന്ന് കമന്റ് ആയിട്ട് പറഞ്ഞേ, അന്യായമായി തടസ്സപ്പെടുത്തുന്നതിനുള്ള ശിക്ഷ എന്താണ്? അറിയാമോ? നമ്മൾ ആരെങ്കിലും അന്യായമായി തടസ്സപ്പെടുത്തുകയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? 1 മാസം വരെ തടവോ 500 രൂപ പിഴയോ അല്ലെങ്കിൽ ഇവ രണ്ടും ഒരുമിച്ചോ ലഭിക്കാം. 1 മാസം വരെ തടവോ 500 രൂപ പിഴയോ അല്ലെങ്കിൽ ഒരുമിച്ച് ലഭിക്കാവുന്ന ശിക്ഷയാണ് അന്യായമായ തടസ്സപ്പെടുത്തൽ. അന്യായമായ തടസ്സപ്പെടുത്തൽ. ഓക്കെ, 33 ഓപ്ഷൻ ഡി ആണ് ശരി ഉത്തരം. 34ാമത്തെ ചോദ്യം. വസ്തുവിന്റെ നേരുകേടായ ദുർവിനിയോഗത്തെ കുറിച്ച് പറയുന്ന IPC സെക്ഷൻ ഏതാണ്? ഒരു വസ്തുവിന്റെ നേരുകേടായ ഉപയോഗത്തെ കുറിച്ച് പ്രതിപാദിക്കുന്ന IPC സെക്ഷൻ ഏതെന്നാണ് 34ാമത്തെ ചോദ്യം. ഒന്ന് കമന്റ് ആയിട്ട് പറഞ്ഞേ. ഒരു വസ്തുവിന്റെ നേരുകേടായ വിനിയോഗത്തെ കുറിച്ച് പറയുന്ന IPC സെക്ഷൻ ചോദിച്ചാൽ അത് IPC സെക്ഷൻ 403 ആണ്. ഓപ്ഷൻ എ ആണ് ശരി ഉത്തരം. IPC സെക്ഷൻ 403 ആണ്. ഒരു വസ്തുവിന്റെ നേരുകേടായ ദുർവിനിയോഗത്തെ കുറിച്ച് പ്രതിപാദിക്കുന്ന IPC സെക്ഷൻ ചോദിച്ചാൽ അത് 403 ആണ്. ഓപ്ഷൻ എ ആണ് ശരി ഉത്തരം. ഓക്കെ അല്ലേ? അടുത്ത ചോദ്യം നമുക്ക് 35ാമത്തെ ചോദ്യത്തിലേക്ക് കടക്കുകയാണ്. IPC സെക്ഷൻ 370 പ്രകാരം മനുഷ്യക്കടത്തിന് നിഷ്കർഷിച്ചിരിക്കുന്ന പരമാവധി ശിക്ഷ എത്രയാണ്? 370 പ്രകാരം മനുഷ്യക്കടത്തിന് ലഭിച്ചിരിക്കുന്ന അല്ലെങ്കിൽ നിഷ്കർഷിച്ചിരിക്കുന്ന പരമാവധി ശിക്ഷ എത്രയെന്നാണ് നമ്മുടെ 35ാമത്തെ ചോദ്യം. മനുഷ്യക്കടത്താണ്. മനുഷ്യക്കടത്തിന് എത്ര വർഷം വരെ പരമാവധി ശിക്ഷ ലഭിക്കാം? 10 വർഷമാണ് അല്ലെ. 10 വർഷം വരെ ശിക്ഷ ലഭിക്കുന്ന പരമാവധി ശിക്ഷ ലഭിക്കുന്ന കുറ്റകൃത്യമാണെന്ത്? മനുഷ്യക്കടത്ത്. 10 വർഷം വരെ കഠിനമായ ശിക്ഷ ലഭിക്കുന്ന കുറ്റകൃത്യമാണ് മനുഷ്യക്കടത്ത് എന്ന് അറിഞ്ഞിരിക്കുക. 10 വർഷമാണ് കേട്ടോ. അടുത്ത ചോദ്യം 36ാമത്തെ ചോദ്യം. IPC സെക്ഷൻ 302 പ്രകാരം 302 എന്തിനെ കുറിച്ച് പ്രതിപാദിക്കുന്നു? നമ്മൾ പഠിച്ചതാണ് 302. എനിക്ക് ഉത്തരങ്ങൾ വേണം. IPC സെക്ഷൻ 302 എന്തിനെ കുറിച്ച് പ്രതിപാദിക്കുന്നു എന്നാണ് 36ാമത്തെ ചോദ്യം. ഒന്ന് പറഞ്ഞേ. IPC സെക്ഷൻ 302 എന്തിനെ കുറിച്ച് പ്രതിപാദിക്കുന്നു? നമ്മൾ പഠിച്ചതാണ് കൊലപാതകത്തിനുള്ള ശിക്ഷയാണ് അല്ലെ. കറക്റ്റ് ആണ്. കൊലപാതകത്തിനുള്ള ശിക്ഷയെ കുറിച്ച് പ്രതിപാദിക്കുന്ന IPC സെക്ഷൻ ആണ് IPC സെക്ഷൻ 302. കൊലപാതകത്തിനുള്ള ശിക്ഷയെ കുറിച്ച് പ്രതിപാദിക്കുന്ന വകുപ്പാണെന്ത്? IPC സെക്ഷൻ 302 എന്നറിഞ്ഞിരിക്കുക. അടുത്ത ചോദ്യം 37ാമത്തെ ചോദ്യം. ഭയപ്പെടുത്തിയുള്ള അപഹരണത്തിനുള്ള ശിക്ഷയായിട്ട് IPC നിഷ്കർഷിച്ചിരിക്കുന്നത് എന്താണ്? ഭയപ്പെടുത്തി നമ്മൾ എന്ത് ചെയ്യാണ്? ഒരു സാധനം അപഹരിക്കുകയാണ്. അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ശിക്ഷ ലഭിക്കാം അല്ലെ. അപ്പൊ ഏത് ശിക്ഷയാണ് നമുക്ക് ഭയപ്പെടുത്തി എന്തെങ്കിലും അപഹരണത്തിനുള്ള ശിക്ഷയായിട്ട് IPC നിഷ്കർഷിക്കുന്നത്? ഏത് ശിക്ഷ എന്നാണ് ചോദ്യം. ഓപ്ഷൻ സി ആണ് ഇതിനകത്ത് ശരി ഉത്തരം വരുന്നത്. 3 വർഷം തടവോ പിഴയോ അല്ലെങ്കിൽ ഒരുമിച്ചോ ലഭിക്കാം കേട്ടോ. ഭയപ്പെടുത്തി നമ്മൾ എന്തെങ്കിലും അപഹരിക്കുകയാണെങ്കിൽ 3 വർഷം വരെ തടവോ ശിക്ഷയോ അല്ലെങ്കിൽ തടവോ പിഴയോ ഒരുമിച്ചോ ലഭിക്കാവുന്ന ശിക്ഷയാണ് ഭയപ്പെടുത്തിയിട്ടുള്ള അപഹരണം കേട്ടോ. ഭയപ്പെടുത്തിയിട്ടുള്ള അപഹരണം. ഓക്കെ അല്ലേ? 37 ഓപ്ഷൻ സി ആണ് ശരി ഉത്തരം കേട്ടോ. അടുത്ത 38ാമത്തെ ചോദ്യം. IPC സെക്ഷൻ 320 പ്രകാരം കഠിനമായ ദേഹോപദ്രവത്തിന് നിർവചിക്കപ്പെടാത്തത് ഏതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിനകത്ത് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. നമ്മളിത് ഓൾറെഡി പറഞ്ഞതാണ്. IPC സെക്ഷൻ 320 പ്രകാരം കുറച്ച് കാര്യങ്ങൾ ഇതിനകത്ത് ഡിമാൻഡ് ചെയ്യുന്നുണ്ട്. ഇതിൽ 320 ഉൾപ്പെടാത്തത് ഏതെന്നാണ് നമ്മുടെ ചോദ്യമായിട്ട് വരുന്നത്. അപ്പൊ നമുക്ക് ഓരോ സ്റ്റേറ്റ്മെന്റ് ആയിട്ട്
ആയിട്ട് വായിച്ചിട്ട് അതിന് ഉത്തരം പറയാം. IPC സെക്ഷൻ 320 പ്രകാരം കഠിനമായ ദേഹോപദ്രവത്തിൽ നിർവചിക്കാത്തത് എന്ന് ചോദിച്ചാൽ ഓപ്ഷൻ എ എന്താണ്? പുരുഷത്വം ഇല്ലാതാക്കുന്നത്, കണ്ണുകളിൽ ഏതെങ്കിലും ഒന്നിന്റെ കാഴ്ച എന്നേക്കുമായി ഇല്ലാതാക്കൽ. ഇത് ശരിയാണോ? ഇത് ശരിയാണല്ലേ? ശരിയാണ്. കഠിനമായ ദേഹോപദ്രവത്തിനകത്ത് പറയുന്നതാണ്. അടുത്ത് പറയുന്നത് ഡി വായിച്ചു നോക്കിയേ. ചെവിയിൽ ഏതെങ്കിലും ഒന്നിന്റെ ശ്രവണ ശക്തി എന്നേക്കുമായി ഇല്ലാതാക്കലും എന്ത് ചെയ്യുന്നുണ്ട്? കഠിനമായ ദേഹോപദ്രവത്തിനകത്ത് പറയുന്നുണ്ട്. ബി വായിച്ചു നോക്കിയേ. തലയ്ക്കോ മുഖമോ എന്നേക്കുമായി വിരൂപമാക്കൽ. ഇതും എന്ത് ചെയ്യുന്നുണ്ട്? IPC സെക്ഷൻ 320 പറയുന്നുണ്ട്. പക്ഷേ ഓപ്ഷൻ സി തെറ്റാണ്. ജീവന് അപകടം ഉളവാക്കുന്നതോ അല്ലെങ്കിൽ ഉപദ്രവം ഏറ്റവൻ 40 ദിവസം തീവ്രമായ ശാരീരിക വേദന അനുഭവിക്കുകയോ ചെയ്യുക എന്ന് പറയുന്ന ഈ ഒരു പോയിന്റ് 320 വരുന്നത് അല്ല കേട്ടോ. അപ്പൊ 320 വരാത്തത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അത് ഓപ്ഷൻ സി ആണ് 320 വരാത്തത്. ബാക്കി വരുന്നതെല്ലാം പുരുഷത്വം ഇല്ലാതാക്കുന്നതും, കണ്ണുകളിൽ ഏതെങ്കിലും ഒന്നിന്റെ കാഴ്ച ഇല്ലാതാക്കുന്നതും, തലയ്ക്കോ മുഖമോ എന്നേക്കുമായി വിരൂപമാക്കുന്നതും, ചെവിയിൽ ഏതെങ്കിലും ഒന്നിന്റെ ശ്രവണശക്തി എന്നേക്കുമായി ഇല്ലാതാക്കുന്നതും എല്ലാം എന്ത് ചെയ്യുന്നതാണ്? IPC സെക്ഷൻ 320 പ്രകാരം കഠിനമായ ദേഹോപദ്രവം എന്നതിനകത്ത് പറയുന്നതാണെന്ന് അറിഞ്ഞിരിക്കുക. ഓക്കെ അല്ലേ? അടുത്ത 39ാമത്തെ ചോദ്യം. വ്യക്തിയെ വ്യാപാരം ചെയ്യുന്നതിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന IPC സെക്ഷൻ ഏതാണ്? വ്യക്തിയെ വ്യാപാരം ചെയ്യുന്നതിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന IPC സെക്ഷൻ ഏതെന്നാണ് നമ്മുടെ 39ാമത്തെ ചോദ്യം. വ്യക്തിയെ വ്യാപാരം ചെയ്യൽ അറിയാമോ? വ്യക്തിയെ വ്യാപാരം ചെയ്യുന്നതിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന IPC സെക്ഷൻ ഏതാണ്? അത് IPC സെക്ഷൻ 370 ആണ് അല്ലെ? ഓപ്ഷൻ സി ആണ് ശരി ഉത്തരം. IPC സെക്ഷൻ 370 ആണ്. വ്യക്തിയെ വ്യാപാരം ചെയ്യുന്നതിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന IPC സെക്ഷൻ ഏതെന്ന് ചോദിച്ചാൽ അത് 370 ആണെന്ന് അറിഞ്ഞിരിക്കുക. ഓപ്ഷൻ സി ആണ്. വ്യക്തിയെ വ്യാപാരം ചെയ്യലാണ് 370. ഓക്കെ അല്ലേ? 40ാമത്തെ ചോദ്യത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. വ്യാപാരം ചെയ്യപ്പെട്ട കുട്ടിയെ ചൂഷണം ചെയ്യുന്ന വ്യക്തിക്ക് IPC നിഷ്കർഷിച്ചിട്ടുള്ള തടവ് ശിക്ഷ ഏതാണ്? അപ്പോൾ വ്യാപാരം ചെയ്യുന്നതിനെ കുറിച്ച് പറയുന്നത് 370 ആണ്. എന്നാൽ വ്യാപാരം ചെയ്ത കുട്ടിയെ എന്ത് ചെയ്യാണ്? ചൂഷണം ചെയ്യുന്നവർക്ക് കൊടുക്കുന്ന IPC നിഷ്കർഷിച്ചിട്ടുള്ള തടവ് ശിക്ഷ എന്തെന്നാണ് നമ്മുടെ ചോദ്യം കേട്ടോ. അറിയാമോ? വ്യാപാരം ചെയ്യപ്പെട്ട കുട്ടിയെ ചൂഷണം ചെയ്യുകയാണെങ്കിൽ ഓപ്ഷൻ എ ആണ് ശരി ഉത്തരം. 5 വർഷത്തിൽ കുറയാത്തതും 7 വർഷം വരെയുള്ളതുമായിട്ടുള്ള തടവ് ശിക്ഷ ലഭിക്കാം. വ്യാപാരം ചെയ്യുന്ന കുട്ടിയെ ചൂഷണം ചെയ്താൽ 5 വർഷം മുതൽ 7 വർഷം വരെ ശിക്ഷ ലഭിക്കാവുന്ന കുറ്റകൃത്യമാണ് കേട്ടോ. കുറ്റകൃത്യമാണ് എന്ത്? വ്യാപാരം ചെയ്യപ്പെട്ട കുട്ടിയെ എന്ത് ചെയ്യുകയാണെങ്കിൽ ചൂഷണം ചെയ്യുകയാണെങ്കിൽ 5 വർഷം മുതൽ 7 വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കാവുന്ന കുറ്റകൃത്യമാണെന്ന് അറിഞ്ഞിരിക്കുക. ഓക്കെ അല്ലേ? ഓക്കെ ആണല്ലോ? അടുത്ത ചോദ്യത്തിലേക്ക് നമുക്ക് കിടക്കാം. അടുത്ത ചോദ്യം ഇതാണ് 41. ലൈംഗിക പീഡനവും ലൈംഗിക പീഡനത്തിനുള്ള ശിക്ഷയും സംബന്ധിച്ച IPC സെക്ഷൻ ഏതാണ്? ലൈംഗിക പീഡനവും ലൈംഗിക പീഡനത്തിനുള്ള ശിക്ഷയും പ്രതിപാദിക്കുന്ന IPC സെക്ഷൻ ഏതെന്നാണ് ചോദ്യം. അറിയാമോ? ലൈംഗിക പീഡനവും ലൈംഗിക പീഡനത്തിനുള്ള ശിക്ഷയും സംബന്ധിച്ചിട്ടുള്ള അല്ലെങ്കിൽ IPC സെക്ഷൻ ഏതെന്നാണ് നമ്മുടെ 41ാമത്തെ ചോദ്യം. ഏതാണ്? IPC സെക്ഷൻ 354A ആണ് അല്ലെ? ഓപ്ഷൻ എ ആണ് ശരി ഉത്തരം. 354 ആണ് കേട്ടോ. 354A ആണ്. ലൈംഗിക പീഡനവും ലൈംഗിക പീഡനത്തിനുള്ള ശിക്ഷയും കുറിച്ച് പറയുന്നത് IPC സെക്ഷൻ 354A ആണ് കേട്ടോ. 354A ആണ്. കറക്റ്റ് ആണ്. അടുത്ത ചോദ്യത്തിലേക്ക് നമുക്ക് കിടക്കാം. നമ്മുടെ 42ാമത്തെ ചോദ്യം. IPC സെക്ഷൻ 392 എന്തിനെ കുറിച്ച് പ്രതിപാദിക്കുന്നു? 391 ആണ്. IPC സെക്ഷൻ 391 എന്തിനെ കുറിച്ച് പ്രതിപാദിക്കുന്നു? IPC സെക്ഷൻ 391 എന്തിനെ കുറിച്ച് പ്രതിപാദിക്കുന്നു? അറിയാമോ? എന്താണ്? തീവെട്ടിക്കൊള്ള. ഓപ്ഷൻ ഡി ആണ് ശരി ഉത്തരം. തീവെട്ടിക്കൊള്ളയെ കുറിച്ച് പ്രതിപാദിക്കുന്ന IPC സെക്ഷൻ ആണ് IPC സെക്ഷൻ 391. IPC സെക്ഷൻ 391 എന്തിനെ കുറിച്ച് പ്രതിപാദിക്കുന്നു? തീവെട്ടിക്കൊള്ളയെ കുറിച്ച് പ്രതിപാദിക്കുന്നതാണ് 391 എന്ന് അറിഞ്ഞിരിക്കുക. ഓക്കെ അല്ലേ? അടുത്ത 43ാമത്തെ ചോദ്യം. മരണം സംഭവിക്കണമെന്ന ഉദ്ദേശത്തോടും ഒരാളുടെ ഗുണത്തിനായി അദ്ദേഹത്തിന്റെ സമ്മതത്തോടെ ഉത്തമ വിശ്വാസപൂർവ്വം ചെയ്യുന്ന കൃത്യത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന IPC സെക്ഷൻ ഏതാണ്? നമ്മളിത് ഡിസ്കസ് ചെയ്ത ചോദ്യമാണ് ഇന്നലെ. അപ്പോൾ പെട്ടെന്ന് ഉത്തരം പറയുക. മരണം സംഭവിക്കണമെന്ന ഉദ്ദേശത്തോടു കൂടിയും ഒരാളുടെ ഗുണത്തിനായി സമ്മതത്തോടെ പൂർണ്ണ വിശ്വാസപൂർവ്വം ചെയ്യുന്ന കുറ്റകൃത്യത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന IPC സെക്ഷൻ ഏതെന്നാണ് നമ്മുടെ 43ാമത്തെ ചോദ്യം. പെട്ടെന്ന് ഉത്തരം പറഞ്ഞേ. 43ാമത്തെ ചോദ്യത്തിന് ശരി ഉത്തരം എന്ന് പറഞ്ഞേ. ഓപ്ഷൻ എ ആണ് അല്ലെ? സെക്ഷൻ 88 ആണ്. നമുക്കറിയാം 88 ആണ്. അപ്പൊ മരണം സംഭവിക്കണമെന്ന് ഉദ്ദേശിക്കാത്തതും ഒരാളുടെ ഗുണത്തിനായി സമ്മതത്തോടെ ഉത്തമ വിശ്വാസപൂർവ്വം ചെയ്യുന്ന കൃത്യത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നത് IPC സെക്ഷൻ 88 ആണ്. ഓപ്ഷൻ എ ആണ് ശരി ഉത്തരം.
അടുത്ത 44-ാമത്തെ ചോദ്യത്തിലേക്ക് കടക്കുകയാണ്. ഏതെങ്കിലും തരത്തിലുള്ള ശാരീരിക ദൗർബല്യമോ രോഗമോ ഉള്ള വ്യക്തിയെ ശാരീരിക ഉപദ്രവം ചെയ്ത് മരണത്തിനിടയാക്കുന്നതിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന IPC സെക്ഷൻ ഏതാണ്? ചോദ്യം ശ്രദ്ധിക്കുക, IPC സെക്ഷൻ അല്ല, ഇത് കുറ്റകരമാണോ അല്ലേ എന്നാണ് ചോദിച്ചിട്ടുള്ളത് കേട്ടോ. അപ്പൊ ഇതെന്താണെന്നാണ് ചോദ്യം. അപ്പൊ ഏതെങ്കിലും തരത്തിലുള്ള ശാരീരിക ദൗർബല്യമോ രോഗമോ ഉള്ള വ്യക്തിയെ ശാരീരിക ഉപദ്രവം ചെയ്ത് മരണത്തിനിടയാക്കുന്നത് ഈ പറയുന്നവയിൽ ഏതല്ല? കുറ്റകരമായ നരഹത്യയാണോ? കുറ്റകരമല്ലേ? കുറ്റകരമായ നരഹത്യയാണ്. അതുപോലെ തന്നെ എന്താണ്, മുകളിൽ പറഞ്ഞവ ഒന്നുമല്ല. അപ്പോൾ ഈ 44-ാമത്തെ ചോദ്യത്തിന് ശരി ഉത്തരം ഏതാണ്? കുറ്റകരമായ നരഹത്യയാണ് അല്ലെ? കുറ്റകരമായ നരഹത്യയാണ്. കുറ്റകരമായ നരഹത്യയാണ്. ഓപ്ഷൻ സി ആണ് ശരി ഉത്തരം. കുറ്റകരമായ നരഹത്യയെ കുറിച്ച് പറയുന്നതാണ് കേട്ടോ. അപ്പൊ ഏതെങ്കിലും തരത്തിലുള്ള ശാരീരിക ദൗർബല്യമോ രോഗമോ ഉള്ള വ്യക്തിയെ ശാരീരിക ഉപദ്രവം ചെയ്ത് മരണത്തിനിടയാക്കുന്നത് കുറ്റകരമായ നരഹത്യയാണ് കേട്ടോ. കുറ്റകരമായ നരഹത്യയാണ്. ഓപ്ഷനടുത്ത് 45-ാമത്തെ ചോദ്യത്തിലേക്ക് നമുക്ക് കടക്കാം. IPC സെക്ഷൻ 361 IPC സെക്ഷൻ 361 പ്രകാരം എത്ര വയസ്സിന് താഴെയുള്ള ആൺകുട്ടികളെയാണ് മൈനർ ആയിട്ട് കണക്കാക്കുന്നത്? IPC സെക്ഷൻ 361 പ്രകാരം എത്ര വയസ്സിന് താഴെ പ്രായമുള്ള ആൺകുട്ടികളെയാണ് മൈനർ ആയിട്ട് കണക്കാക്കുന്നതെന്നാണ് 45-ാമത്തെ ചോദ്യം. എത്ര വയസ്സിന് താഴെയുള്ള കുട്ടികളെയാണ് മൈനർ ആയിട്ട് കണക്കാക്കുന്നത്? ഓപ്ഷൻ സി ആണ് അല്ലെ, 16 ആണ്. നമുക്കറിയാം 16 വയസ്സ് അല്ലെ. അപ്പോ IPC സെക്ഷൻ 361 പ്രകാരം 16 വയസ്സിന് താഴെയുള്ള ആൺകുട്ടികളെയാണ് എന്ത് ചെയ്യുന്നത്? മൈനറായിട്ട് കണക്കാക്കുന്നത്. ഓക്കെ, നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കാം. 46-ാമത്തെ ചോദ്യം. IPC സെക്ഷൻ 361 പ്രകാരം എത്ര വയസ്സിന് താഴെയുള്ള പെൺകുട്ടികളെയാണ് മൈനറായിട്ട് കണക്കാക്കുന്നത്? 16 വയസ്സിന് താഴെയുള്ള ആൺകുട്ടികൾ മൈനറാണ്. അതുപോലെ തന്നെ എത്ര വയസ്സിന് താഴെയുള്ള പെൺകുട്ടികളെയാണ് മൈനറായിട്ട് കണക്കാക്കുന്നത്? നമ്മുടെ അഞ്ജു TV നമ്മുടെ എക്സാം സപ്പോർട്ടേഴ്സ് എന്ന് പറയുന്ന ടീം മെമ്പേഴ്സിലേക്ക് ജോയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ വെൽക്കം അഞ്ജു. ഓക്കെ, നമുക്ക് അടുത്ത ചോദ്യത്തിൽ, അപ്പോൾ നമ്മൾ പറഞ്ഞ ചോദ്യം എന്തായിരുന്നു? IPC സെക്ഷൻ 361 പ്രകാരം എത്ര വയസ്സിന് താഴെയുള്ള പെൺകുട്ടികളെയാണ് മൈനർ ആയിട്ട് കണക്കാക്കുന്നത് എന്നാണ് നമ്മുടെ 46-ാമത്തെ ചോദ്യം കേട്ടോ. അപ്പോൾ 46-ാമത്തെ ചോദ്യത്തിലേക്ക് പെട്ടെന്ന് ഉത്തരം പറഞ്ഞേ. 18 അപ്പൊ 16 വയസ്സിന് താഴെയുള്ള ആൺകുട്ടികളെയും 18 വയസ്സിന് താഴെയുള്ള പെൺകുട്ടികളെയുമാണ് എന്ത് ചെയ്യുന്നത്? നമ്മൾ മൈനറായിട്ട് കണക്കാക്കുന്നത്. കഴിഞ്ഞ ചോദ്യം ഒന്ന് ശ്രദ്ധിക്കുക. 361 പ്രകാരം 16 വയസ്സിന് താഴെയുള്ള ആൺകുട്ടികൾ മൈനറാണ്. കൂടാതെ എന്താണ്, 18 വയസ്സിന് താഴെയുള്ള പെൺകുട്ടികൾ മൈനർ തന്നെയാണ് കേട്ടോ. മൈനർ തന്നെയാണ്. ഓക്കെ അല്ലേ? ഓക്കെ, നമുക്ക് അടുത്ത 47-ാമത്തെ ചോദ്യത്തിലേക്ക് കടക്കുകയാണ്. കൊലപാതകത്തോട് കൂടിയ കൂട്ടായ്മ കവർച്ചയെ കുറിച്ച് പ്രതിപാദിക്കുന്ന IPC സെക്ഷൻ. എക്സാക്ട് ഈ ഒരു സാധനമാണ് നമ്മുടെ തീരൻ സിനിമയ്ക്കകത്ത് പറയുന്നത്. എക്സാക്ട് ഈ ഒരു സാധനമാണ് അല്ലെ. എന്ത് ചെയ്യുന്നു? ഒരുപാട് ആൾക്കാർ വരുന്നു, അത് കൂട്ടായ്മ കവർച്ച ചെയ്യുന്നു, ഹൈവേയിൽ കൂട്ടായ്മ കവർച്ച ചെയ്യുന്നു, കൂടാതെ അവിടെ കൊലപാതകവും നടക്കുന്നുണ്ട്. അപ്പൊ ഈ കൊലപാതകത്തെ കുറിച്ച് പ്രതിപാദിക്കുന്ന, അല്ലെങ്കിൽ കൊലപാതകത്തോട് കൂടിയ കൂട്ടായ്മ കവർച്ചയെ കുറിച്ച് പ്രതിപാദിക്കുന്ന IPC സെക്ഷൻ ഏതാണ്? കൊലപാതകത്തോട് കൂടിയ കൂട്ടായ്മ കവർച്ചയെ കുറിച്ച് പ്രതിപാദിക്കുന്ന IPC സെക്ഷൻ ഏതെന്നാണ് നമ്മുടെ 47-ാമത്തെ ചോദ്യം. പെട്ടെന്ന് ഉത്തരം പറഞ്ഞേ. ബോയ്സ് ആർ ആൾവേസ് ഡിസ്ക്രിമിനേറ്റഡ് അല്ലേ? ഓക്കെ, അപ്പൊ കൊലപാതകത്തോട് കൂടിയ കൂട്ടായ്മ കവർച്ചയെ കുറിച്ച് പ്രതിപാദിക്കുന്ന IPC സെക്ഷൻ ഏതാണ്? IPC സെക്ഷൻ 396 അല്ലെ. 396 ആണ്. കൊലപാതകത്തെ കുറിച്ച് പ്രതിപാദിക്കുന്നത് 396 ആണ് കേട്ടോ. കൊലപാതകത്തെ കുറിച്ച് പ്രതിപാദിക്കുന്നത് 396 ആണെന്ന് അറിഞ്ഞിരിക്കുക. ഓക്കെ അല്ലേ? അടുത്ത് നമുക്ക് 48-ാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. നമ്മുടെ 48-ാമത്തെ ചോദ്യത്തിലേക്ക് നമ്മൾ പോവുകയാണ്. കുറ്റകരമായ വിശ്വാസ ലംഘനത്തിന് IPC നിഷ്കർഷിച്ചിട്ടുള്ള തടവ് ശിക്ഷ ഏതാണ്? ചോദ്യം എന്താണ്? കുറ്റകരമായ വിശ്വാസ ലംഘനത്തിന് IPC നിഷ്കർഷിച്ചിട്ടുള്ള തടവ് ശിക്ഷ എന്തെന്നാണ് നമ്മുടെ 48-ാമത്തെ ചോദ്യം. അപ്പൊ 48-ാമത്തെ ചോദ്യത്തിന് പെട്ടെന്ന് ഉത്തരം പറയാനായി ശ്രമിച്ചേ. കുറ്റകരമായ വിശ്വാസ ലംഘനത്തിന് IPC നിഷ്കർഷിച്ചിട്ടുള്ള ശിക്ഷ എന്താണ്? പറഞ്ഞേ, പെട്ടെന്ന് പറഞ്ഞേ, ഉത്തരം പറഞ്ഞേ. ഓപ്ഷൻ എ ആണ് ശരി ഉത്തരം. 3 വർഷം വരെ തടവ് ശിക്ഷയോ പിഴ ശിക്ഷയോ. ഓക്കെ, അപ്പോൾ നമ്മുടെ 3 വർഷം വരെ തടവ് ശിക്ഷയോ പിഴ ശിക്ഷയോ അല്ലെങ്കിൽ രണ്ടും കൂടി ഒരുമിച്ച് ലഭിക്കാവുന്ന ശിക്ഷയാണ് എന്ത്? കുറ്റകരമായ വിശ്വാസ ലംഘനം കേട്ടോ. അപ്പോൾ കുറ്റകരമായ വിശ്വാസ ലംഘനത്തെ കുറിച്ച് പ്രതിപാദിക്കുന്ന IPC സെക്ഷൻ ചോദിച്ചാൽ അത് 3 വർഷം തടവ് ശിക്ഷയോ പിഴ ശിക്ഷയോ ലഭിക്കാവുന്നതാണ് കുറ്റകരമായ വിശ്വാസ ലംഘനം. ഓക്കെ, കുറ്റകരമായ വിശ്വാസ ലംഘനം 3 വർഷം വരെ തടവ് ശിക്ഷയോ പിഴ ശിക്ഷയോ ലഭിക്കാവുന്ന കുറ്റകൃത്യമാണെന്ന് അറിഞ്ഞിരിക്കുക. ഓക്കെ, നമ്മൾ 49-ാമത്തെ ചോദ്യത്തിലേക്ക് കടക്കുന്നു. IPC സെക്ഷൻ 303 എന്തിനെ കുറിച്ച് പ്രതിപാദിക്കുന്നു? IPC സെക്ഷൻ 303 എന്തിനെ കുറിച്ച് പ്രതിപാദിക്കുന്നു? അറിയാമോ?
നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ് 303. എനിക്ക് ഇതിന്റെ ഉത്തരം വേണം, പെട്ടെന്ന് പറയുക. 303 എന്താണ്? ജീവപര്യന്ത തടവ് ശിക്ഷിക്കപ്പെട്ട വ്യക്തി നടത്തുന്ന കൊലപാതകം അല്ലെ. ജീവപര്യന്ത തടവിന് വിധിക്കപ്പെട്ട വ്യക്തി നടത്തുന്ന കൊലപാതകത്തെ കുറിച്ച് പ്രതിപാദിക്കുന്ന IPC സെക്ഷനാണ് എന്ത്? IPC സെക്ഷൻ 303. അപ്പൊ ഇങ്ങനെ കുറ്റകൃത്യം ചെയ്യുന്ന ഒരു വ്യക്തിക്ക് കൊടുക്കുന്ന ശിക്ഷ എന്താണെന്ന് അറിയാമോ? ജീവപര്യന്തത്തിന് ശിക്ഷിക്കപ്പെട്ട ഒരു വ്യക്തി ഒരു കൊലപാതകം ചെയ്യുകയാണെങ്കിൽ ആ പുള്ളിക്കാരൻ എന്ത് കൊടുക്കുന്നു? വധശിക്ഷ കൊടുക്കുന്നു അല്ലെ. വധശിക്ഷ കൊടുക്കുന്നു. അതിൽ വേറെ സംശയമില്ലല്ലോ. ജീവപര്യന്തത്തിന് വിധിക്കപ്പെട്ട ഒരു വ്യക്തി കൊലപാതക കുറ്റം ചെയ്യുകയാണെങ്കിൽ ആ പുള്ളിക്കാരന് എന്ത് ശിക്ഷയാണ് കൊടുക്കുന്നത്? വധശിക്ഷയാണ് കൊടുക്കുന്നത് എന്നൊന്ന് അറിഞ്ഞിരിക്കുക. ഓക്കെ അല്ലേ? ഓക്കെ, നമുക്ക് അടുത്ത ചോദ്യം, നമ്മുടെ 50ാമത്തെ ചോദ്യം, നമ്മുടെ ലാസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ കടക്കുകയാണ്. കവർച്ച നടത്തുവാൻ ശ്രമിക്കുന്ന ഏതൊരു വ്യക്തിക്കും ലഭിക്കാവുന്ന ശിക്ഷയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന IPC സെക്ഷൻ ഏതാണ്? ചോദ്യം എന്താണ്? കവർച്ച നടത്താൻ ശ്രമിക്കുന്ന ഏതൊരു വ്യക്തിക്കും ലഭിക്കുന്ന ശിക്ഷയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന IPC സെക്ഷൻ ഏതാണ്? കവർച്ച നടത്താൻ ശ്രമിക്കുന്ന ഏതൊരു വ്യക്തിക്കും ലഭിക്കുന്ന ശിക്ഷയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന IPC സെക്ഷൻ ഏതാണ്? നമ്മുടെ 50ാമത്തെ ചോദ്യം അറിയാമോ? അത് ഓപ്ഷൻ ബി ആണ് ശരി ഉത്തരം വരുന്നത്. 393 ആണ് കേട്ടോ. കവർച്ച നടത്താൻ ശ്രമിക്കുന്ന ഏതൊരു വ്യക്തിക്കും ലഭിക്കാവുന്ന ശിക്ഷയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന IPC സെക്ഷൻ ചോദിച്ചാൽ അത് 393 ആണെന്ന് അറിഞ്ഞിരിക്കുക. ഓക്കെ, അപ്പൊ നമ്മളിപ്പോൾ എത്ര ചോദ്യം ഡിസ്കസ് ചെയ്തു? 50 ചോദ്യങ്ങൾ അല്ലേ. അപ്പൊ നമ്മൾ 50 നമ്മുടെ സിവിൽ പോലീസ് ഓഫീസറുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള മോഡൽ എക്സാംസിന്റെ ചോദ്യങ്ങളാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തത്. അപ്പൊ എന്തായാലും ഈ ഒരു ചോദ്യം നിങ്ങൾക്ക്, അല്ലെങ്കിൽ ഈ ഒരു സെഷൻ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് തന്നെ വിശ്വസിക്കുന്നു. വേറെ സംശയങ്ങളൊന്നും ഇല്ല എന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നമുക്ക് എന്തായാലും വൈൻഡ് അപ്പ് ചെയ്യാം. അപ്പോൾ നിങ്ങളുടെ കൂടെ തന്നെ ഞാൻ നിങ്ങൾക്ക് ആവശ്യത്തിൽ കൂടുതൽ സപ്പോർട്ടുമായിട്ട് നമ്മുടെ നോളജ് ഫാക്ടറി PSC ഉണ്ടാകുന്നതായിരിക്കും. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ നിങ്ങളുടെ കൂട്ടുകാർക്ക് കൂടി ഒന്ന് പരിചയപ്പെടുത്തി കൊടുക്കുക. അപ്പോൾ പുതിയൊരു വീഡിയോ ക്ലാസ്സുമായിട്ട് നമുക്ക് ഉടനെ തന്നെ ചെയ്യാം. അതുവരേക്കും എല്ലാവർക്കും ബൈ.